അങ്ങനെ കട്ടി ഒന്നുമില്ല, വെറുതെ ചെറിയ കല്ല് തട്ടി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനാന്തർഗഹപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം പടവിടവിനോ മൂലതോ നിഷ്പഗന്ധി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. വൈശാഖ മാസാശംസകൾ. ശങ്കര ജയന്തി ആശംസകൾ അഡ്വാൻസ്. കാലടിയിലെ ശങ്കര ജ്യോതിയിൽ ശങ്കര ജയന്തി ആചരണം നമ്മൾ ഇന്നലെ രാവിലെ ആരംഭിച്ചു. 5 ദിവസവും നമ്മൾ ഇവിടെ ശങ്കര കൃതികളെ കുറിച്ച്, ശങ്കരാചാര്യരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയാണ്. ശങ്കര കൃതികൾ പാരായണം ചെയ്യുകയാണ്. അവസാന ദിവസം ജയന്തി ദിവസം ശങ്കരാചാര്യ പൂജയോടുകൂടി സമർപ്പിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ 7 മുതൽ 8 വരെയുള്ള സമയം ശങ്കര സ്തോത്രങ്ങളുടെ പാരായണം നടക്കുന്നു. ഈ രണ്ടാമത്തെ സെഷൻ 9:30 വെച്ചിരുന്നത് 9:45 മുതൽ 11:15 വരെ സാധന പഞ്ചകം അല്ലെങ്കിൽ സാധനാ പഞ്ചകം അല്ലെങ്കിൽ സോപാന പഞ്ചകം, ഉപദേശ പഞ്ചകം എന്നെല്ലാം പേരുള്ള ആദിശങ്കര ഭഗവത്പാദരുടെ ഉപദേശങ്ങളുടെ മുഴുവൻ സാരസംഗ്രഹം. ആചാര്യ ഭഗവത്പാദം 1000 ശ്ലോകങ്ങളെ കൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട്. അല്ലെ, ഉപദേശ സാഹസ്രി
എന്നാണ് അതിന് പേര്. ഉപദേശാന സഹസ്രം, ഉപദേശ സാഹസ്രം. അതുപോലെ 580 ചില്ലാനം ശ്ലോകങ്ങളെ കൊണ്ട് വിവേക ചൂടാമണിയിലൂടെ വളരെ ഗംഭീരമായിട്ടുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ 100-ലധികം ശ്ലോകങ്ങളുള്ള കൃതികളുണ്ട്, 100ഓളം ശ്ലോകങ്ങളുള്ള കൃതികളുണ്ട്, ചെറിയ കൃതികളുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, പഞ്ചകം, ഷഡ്കം, അഷ്ടകം, ദശകം മുതലായി പലതരത്തിലുള്ള കൃതികളുണ്ട്. അതിലെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വിസ്തരിച്ചുണ്ട്. അതിന്റെ എല്ലാം സാരമായിട്ടുള്ള ഒരു കൃതിയാണ് ഈ സാധന പഞ്ചകം അല്ലെങ്കിൽ ഉപദേശ പുസ്തകം. അതിന്റെ സന്ദർഭമെല്ലാം ഞാൻ നല്ല സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും കഴിഞ്ഞ്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കൂടുതൽ നിവൃത്തി നിരതനായി, അന്തർമുഖനായി, ദേഹത്യാഗത്തിന് തയ്യാറെടുക്കുന്നതായി അറിഞ്ഞ ശിഷ്യന്മാരാണ് അദ്ദേഹത്തോട്. അങ്ങയുടെ ഉപദേശങ്ങൾ അനേകമുണ്ട്, അതിൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും വിശിഷ്ടങ്ങളായിട്ടുള്ള ഉപദേശങ്ങൾ തെരഞ്ഞു പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ 5 ശ്ലോകങ്ങളെ കൊണ്ട് അദ്ദേഹം 40 ഉപദേശങ്ങൾ കൊടുത്തത്. ഓരോ ശ്ലോകത്തിലും 8 ഉപദേശങ്ങൾ വീതം. ഈ 8 40 ഉപദേശങ്ങളാണ് ഇതിലുള്ളത്. പക്ഷെ നമുക്കിത് ചൊല്ലി കാണാതെ പഠിക്കാം. പഠിച്ചു വെച്ചാലോ എപ്പോഴും ഓർമ്മയുണ്ടാവും ഈ ഉപദേശങ്ങൾ, അല്ലെ? എത്രയും സംക്ഷിപ്തമായിട്ട് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം. അത്രയും സംഗ്രഹിച്ചാണ് 40 ഉപദേശങ്ങളെ 5 ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് ഓർമ്മിപ്പിക്കും. അതില് 1-ാമത്തെ ശ്ലോകം നല്ല വിശദീകരിച്ച് കണ്ടു. ഒരുവിധം വിശദീകരിച്ച്, നല്ലോണം വിശദീകരിച്ചതെന്ന് പറയാനുള്ള സമയമില്ല നമുക്കൂടെ. അപ്പൊ അത് 1-ാമത്തെ ശ്ലോകവും 2-ാമത്തെ ശ്ലോകവും ഇപ്പൊ നമുക്ക് ചൊല്ലാം. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മ സ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗകഃ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം സംഗത്സത്സു വിധീയതാം ഭഗവതോ ഭക്തിർ ദൃഢാദീയതാം ശാന്ത്യാദി പരിചീയതാം ദൃഢതരം കർമാശു സന്ത്യജ്യതാം സദ്വിദ്വാനുപസപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമധ്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. ഇന്നലത്തെ 1-ാമത്തെ ശ്ലോകത്തില് വേദോ നിത്യം അധീയതാം, സ്വാധ്യായ പ്രവചനങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്തരുത് എന്ന് വേദത്തിൽ തന്നെ പറഞ്ഞത്. അത് തന്നെ ഇവിടെ ആചാര്യ ഭഗവത്പാദര് നമ്മളോട് പറഞ്ഞു. ആ വേദം നിത്യവും അധ്യയനം ചെയ്യണം. വേദം നിത്യവും അധ്യയനം ചെയ്താലേ നമ്മുടെ തലയ്ക്ക് വെളിവ് എന്നുണ്ടാവുള്ളൂ. തലക്കകത്ത് വെളിച്ചം വേണ്ടേ? വെളിവ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. തമിഴ് വാക്കാണ് വെളി, ഒളി, വെളി, ഇതെല്ലാം തമിഴ് വാക്കുകളാണ്. അപ്പോ പ്രകാശമുള്ള സ്ഥലമാണ് വെളി, അകത്തിരുട്ടാണ് അല്ലേ പണ്ട് കാലത്ത്. അപ്പോ നമ്മുടെ തലയ്ക്കകത്ത് വെളിച്ചമുണ്ടെങ്കിലേ നമുക്ക് ഈ ലോകത്തെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്തുള്ള വ്യവഹാരമാണ്. ഇരുട്ടത്ത് എപ്പോഴാണെങ്കിലും അബദ്ധം പറ്റും, ഉറപ്പാണ്. അബദ്ധമേ പറ്റൂ, അല്ലേ? വേറൊന്നും പറ്റാനില്ല. അപ്പൊ ഇതുവരയ്ക്ക് നമുക്ക് അബദ്ധ പരമ്പരകൾ പറ്റിയതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ദുരന്ത പരമ്പരകൾ വരാതിരിക്കാൻ എന്ത് വേണം? ചെയ്യുന്നത് നേരെ ചെയ്യണം, ശരിയായ കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾക്ക് ദുഃഖം വരാതിരിക്കാനും നമ്മുടെ ഇപ്പോഴുള്ള ദുഃഖം
ദൂരീകരിക്കാനുമായി കൊണ്ടായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചെയ്യുന്നത് വിപരീതമാണ്. എന്തുകൊണ്ട്? വേണ്ട അറിവില്ലായ്മ കൊണ്ട്. അപ്പൊ ആ അറിവ് എപ്പോഴും പ്രകാശിക്കാനാണ് എന്ത് ചെയ്യുന്നത്? വേദഃ നിത്യം അധീയതാം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ആർക്കുള്ള ഉപദേശമാണ്? ഇത് ഗൃഹസ്ഥന്മാർക്കാണ് ആദ്യം ഉപദേശം ആരംഭിക്കുന്നത്. ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ നിന്ന് വേദങ്ങളെല്ലാം പഠിച്ച് സമാവർത്തനം ചെയ്ത് വിവാഹിതനായി ഗൃഹത്തിൽ വന്ന് സ്വധർമ്മം അനുഷ്ഠിക്കുന്ന, ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ്. മറ്റത് ഗുരു കൊടുത്തോളൂ. എവിടെ? ഗുരുകുലത്തിൽ പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഗുരുകുലത്തിൽ തന്നെ ഗുരു ഉപദേശം കൊടുത്തോണ്ടേയിരിക്കുന്നത്. അവർക്ക് നിത്യവും വേദം അധ്യയനം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഗുരുകുലത്തിൽ ഗുരുവിടില്ല, അല്ലേ? അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകും. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അന്ന് പറ്റുക, വീഴ്ച പറ്റുക. ഇനിയിപ്പോ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പഠിക്കാനില്ല, ഞാൻ എല്ലാറ്റിന്റെയും മുകളിലായി കഴിഞ്ഞു എന്നുള്ള തോന്നല് ഗുരുകുലം വിട്ട് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ഉണ്ടാവുക. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗുരുകുലം വിട്ടുപോകുന്ന സമാവർത്തനം കഴിഞ്ഞ വിദ്യാർത്ഥികളോടാണ് വേദം തന്നെ ഉപദേശിച്ചത്. സ്വാധ്യായ പ്രവചനാത് മാ പ്രമദ, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, സത്യം ച സ്വാധ്യായ പ്രവചനേ ച ഋതം ച സ്വാധ്യായ പ്രവചനേ ച. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് സ്വാധ്യായ പ്രവചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉപദേശിച്ചു. തൈത്തിരീയോപനിഷത്തില് ഒരു ഗുരുകുലം വിട്ടുപോകുന്ന ശിഷ്യന് ഗുരു കൊടുക്കുന്ന ഫൈനൽ കോൺവൊക്കേഷൻ അഡ്രസ് ആണത്. അപ്പൊ അത് തന്നെയാണുള്ള ആചാര്യ ഭഗവത്പാദനും ഓർമ്മിപ്പിക്കുന്നത്. തീരെ ഗുരുകുലത്തിലേക്ക് പോയിട്ടില്ലാത്തവരുടെ കാര്യം കഷ്ടം, അല്ലേ? അവരോടൊന്നും പറയാനുമില്ല, അവർ ചോദിക്കാനും വരില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നും. കാരണം ഇന്നുവരെ അവർ ആരോടും ചോദിക്കാത്തത് കൊണ്ടാണ് അവരൊരു ഗുരുവിന്റെ അടുത്ത് ഗുരുകുലത്തിൽ ചെല്ലാതിരുന്നത്. അത് മൃഗസമാനമായി ജീവിക്കുന്നവരാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മനുഷ്യനായാൽ ആ മനുഷ്യത്വം എന്നുള്ളത് വിചാരമാണ്, മനനശീലമാണ്, അന്വേഷിക്കലാണ്. എന്തിനെ അന്വേഷിക്കണം? സത്യം അന്വേഷിക്കലാണ്. ഞാൻ ആരാണ്? ഈ ലോകം എവിടുന്ന് വന്നു? ഈ ലോകത്തെ ആരാണ് സൃഷ്ടിച്ചത്, നിയന്ത്രിക്കുന്നത്? ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ എങ്ങനെ ഈ ലോകത്തിൽ ബുദ്ധിപരമായി വിവേകപൂർവമായി ജീവിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയും? ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടത്. ഇത് അന്വേഷിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വഴിതെറ്റി പോകുന്നത്, അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പോ ആ തെറ്റുകൾ തിരുത്താനായിക്കൊണ്ടാണ്, ഒരിക്കലും അബദ്ധം പറ്റാതിരിക്കാനാണ് വേദോ നിത്യം അധീയതാം എന്ന് പറഞ്ഞത്. തദുദിതം കർമ്മ സു അനുഷ്ഠീയത. ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്കൂ, അല്ലാതെ നിങ്ങളുടെ തോന്നിയവാസം അനുഷ്ഠിക്കാൻ പാടില്ല. ഇപ്പൊ സാധാരണക്കാർ എന്താ ചെയ്യണത്? ഓരോരുത്തരും താന്തോന്നിത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പാടില്ല. നമ്മുടെ വേദങ്ങളിൽ, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണം. തദുദിതം കർമ്മ സു അനുഷ്ഠീയത. തേന ഈശസ്യ വിധീയതാം അപചിതിഹി. തേന എന്ന് പറഞ്ഞാൽ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വധർമാനുഷ്ഠാനത്തിലൂടെ ഈശസ്യ അപചിതിഹി വിധീയതാം. ഈശ്വരന്റെ പൂജയെ, ഈശ്വരനുള്ള ആരാധനയെ ചെയ്താലും സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും. ഓരോരുത്തരും അവനവന്റെ ധർമ്മം ഈശ്വരാരാധനയാക്കി മാറ്റിയാൽ അവന്റെ ജന്മം ധന്യമാകും, സിദ്ധിയെ പ്രാപിക്കും. അപ്പൊ അത് തന്നെയാണുള്ള ആചാര്യ ഭഗവത്പാദരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈശ്വരാരാധനമായിട്ട് നമ്മുടെ കർമ്മങ്ങളെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? കർമ്മങ്ങളുടെ ക്ഷയം സംഭവിക്കും. ഈശ്വരാരാധന ആക്കിയില്ലെങ്കിലോ, സ്വാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലോ വാസന വർദ്ധിക്കും, ബന്ധം വർദ്ധിക്കും. നമ്മൾ വീണ്ടും സംസാരത്തിലേക്ക് തന്നെ പതിക്കും. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ഗണകേ ശയനം എന്നുള്ള സംസാരത്തിലേക്ക് തന്നെ പതിക്കും. അതുകൊണ്ടാണ് ഈശ്വര കർമ്മം ചെയ്യാൻ പറഞ്ഞത്. കാമ്യേ മതിസ്ത്യജ്യത. കാമന
വിഷയങ്ങളിൽ, കാമ്യ വിഷയങ്ങളിൽ, കാമ്യ കർമ്മങ്ങളിലെല്ലാം മതിയെ ബുദ്ധിയെ ത്യജ്യതാം ഉപേക്ഷിച്ചു. കാരണം കാമ്യകർമ്മങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ചെല്ലുന്തോറും നിങ്ങളുടെ തലയ്ക്കകത്ത് പുകമറ ഉണ്ടാവും, ഉള്ള വെളിച്ചം പോയി കിട്ടും. അപ്പൊ അതുകൊണ്ട് കാമ്യേ മതി ത്യജ്യതാം, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കൂ. ഗൃഹസ്ഥനോട് പറയണം, ഇപ്പൊ നിനക്ക് കാമമുണ്ട്, അതുകൊണ്ടാണ് നീ ഗൃഹസ്ഥാശ്രമി ആയിരിക്കണത്. എന്നാലും നിന്റെ കാമങ്ങളെ നീ പതുക്കെ എന്താ പറയാ പരിമിതപ്പെടുത്തൂ, കുറച്ചു കൊണ്ടുവരൂ. ഉള്ളിലുള്ള സ്റ്റോക്ക്, കാമത്തിന്റെ സ്റ്റോക്ക് എണ്ണം കുറച്ചു കൊണ്ടുവരൂ. എല്ലാം എക്സ്ഹോസ്റ്റ് ആയി പോകട്ടെ, ഒന്നും ബാക്കിയില്ലാതാവട്ടെ. കാമ്യേ മതിസ്ത്യജ്യതാം പാപൗക പരിദൂയതാം, പാപസമൂഹത്തെ നശിപ്പിച്ചാലും അതിന് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതാണ്. ഭവസുഖേ ദോഷോനുസന്ധീയതാം, ഈ സംസാര സുഖങ്ങളിൽ, ലൗകിക സുഖങ്ങൾ അതെല്ലാം ദോഷമുള്ളതാണ് എന്ന് ദോഷദൃഷ്ടി അനുസന്ധാനം ചെയ്യൂ. ഓരോന്നിനെയും കണ്ട് ഭ്രമിക്കാതിരിക്കുക. ഭ്രമമാണ് നമ്മുടെ. എല്ലാറ്റിലും ഭംഗിയുണ്ട്, എല്ലാറ്റിലും സുഖമുണ്ട്, എല്ലാം നിത്യമാണ് നോക്കേണ്ട ഭ്രമമാണ്. ഈ ലോകം എന്താണ്? അനിത്യം, അസുഖം. ഇത് ഉറപ്പിക്കണം. ഈ ലോകത്തിന്റെ സ്വഭാവം അനിത്യമാണ്, അത് ഇല്ലാതിരുന്നതാണ്, ഉണ്ടായതാണ്, ഇല്ലാതാവുന്നതാണ്. എത്ര കാലം എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ചിലതിന് അല്പകാലം, ചിലതിന് കുറച്ചുകൂടി സാപേക്ഷികമായ ദീർഘകാലം. അല്ലാതെ എറ്റേണൽ ആയിട്ടുള്ള ഒരു വസ്തുവും നിലനിൽക്കുന്നില്ല, ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ്. ജാതസ്യഹി ധ്രുവോ മൃത്യു. അതുപോലെ അസുഖമാണ് ഈ ലോകത്തിന്റെ സ്വഭാവം. ഈ ലോകത്തിലെ ഒരു വസ്തുവിനും സുഖം തരാനുള്ള കഴിവ് സ്വതസിദ്ധമായിട്ടില്ല. സുഖം ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമല്ല. നമ്മളിലാണ് സുഖം ഇരിക്കുന്നത്, നമ്മളാണ് നിശ്ചയിക്കുന്നത് ഇന്നത് സുഖം എന്ന്. നമ്മൾ ഒരു വസ്തുവിന് ശക്തി കൊടുത്താലേ അതിന് ശക്തിയുള്ളൂ. നമ്മൾ ഒരു വസ്തുവിനെ അവഗണിച്ചാൽ അതിന് സുഖമില്ല, അതിന് ശക്തിയുമില്ല. നമ്മൾ കൊടുക്കുന്ന വിലയാണ് മോഹവില, അല്ലേ? നമുക്കൊരു വസ്തുവിനോട് കൊതി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതായിത്തീരും. അതിനാണ് മോഹവില എന്ന് പറയുന്നത്. അപ്പോ വാസ്തവത്തിൽ വിലയില്ലാത്ത സാധനങ്ങൾക്ക് വില കൊടുക്കുകയാണ് നമ്മള്. ഇപ്പൊ സ്വർണം എന്നൊരു വസ്തു, ഇതുകൊണ്ട് വാസ്തവത്തിൽ എന്താ ഇപ്പൊ പ്രയോജനമുള്ളത്? തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റുന്ന സാധനമാണോ? വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രയോജനമുണ്ടോ? കല്ല് പോലെ തന്നെയല്ലേ, മണ്ണ് പോലെ തന്നെയല്ലേ? അതുകൊണ്ടാണ് ഗീതയിലെ ഭഗവാൻ പറഞ്ഞത്, ജ്ഞാനികള് ഇതിനെല്ലാം ഒന്നായിട്ട് കാണുന്നു. സമലോഷ്ടാശ്മ കാഞ്ചന. ലോഷ്ടവും അശ്മനും കാഞ്ചനവും ഒരേപോലെ ഭൗതിക മെറ്റീരിയൽസ് മാത്രമാണ്. അപ്പൊ ഈ സ്വർണം എന്നുള്ളതിന് എന്താ പറയാ, അത് കിട്ടാനില്ലാത്ത വസ്തുവാണ്. അതിനെ കറൻസി ആയിട്ട് രാജ്യങ്ങളൊക്കെ കൂടി തീരുമാനിച്ചത് കൊണ്ടാണ് അതിന് വില. അത് ഇഷ്ടം പോലെ മണ്ണ് പോലെ കിട്ടുന്ന സാധനമായിരുന്നെങ്കിലോ ഒരു വിലയുണ്ടാവില്ല. സ്വർണത്തിലാണ് നമ്മൾ വീഴുന്നത്, തടഞ്ഞു വീഴുന്നതെങ്കിൽ വല്ല വിലയുണ്ടാവും അതിന്. അപ്പൊ കിട്ടാനില്ലാത്ത ഒരു സാധനത്തെ പിടിച്ച് അതിന് കുറച്ചുകൂടി ഒരു ലൈഫ് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, അല്ലെ? എടുത്തു വെച്ചാൽ അങ്ങനെ തന്നെ കുറെ കാലം കേടില്ലാതിരിക്കും, തലമുറകളോളം ഇരിക്കും. അപ്പൊ അതിനെ തെരഞ്ഞെടുത്തു ധനതത്വശാസ്ത്രജ്ഞന്മാർ. ഈ ഒരു സാധനം നമുക്ക് എല്ലാ രാജ്യത്തിന്റെയും ധനത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്ന വസ്തുവായിട്ട് നമുക്ക് എല്ലാവരും അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ചതുകൊണ്ട് മാത്രമാണ് എല്ലാവരും കൂടി ആരോപിച്ച വിലയാണ് എന്തിനുള്ളത്? സ്വർണത്തിനുള്ളത്. അപ്പൊ നമുക്ക് സ്വർണം സമ്പാദിക്കാൻ ഭ്രമം. സ്വർണം പോലെ തന്നെയുള്ള അതിനേക്കാൾ ഭംഗിയുള്ള പല വസ്തുക്കളും ഇല്ലേ? ആഭരണങ്ങൾ ധരിച്ചൂടെ? ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലേ, അല്ലേ? സ്വർണത്തിന്റെ വിലയും കൊടുക്കണ്ട, സ്വർണത്തെക്കാൾ ഭംഗിയുള്ള പലതും നമുക്ക് ആവശ്യത്തിന് ധരിക്കാം. ആവശ്യം കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ വലിച്ചെറിയാം. അത്രയും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഏതാ നല്ലത്? ബുദ്ധിയുള്ളവർക്ക് ഏതാ നല്ലത്? ഇതുപോലെ അപ്പപ്പ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നല്ലത്. കാരണം മാറി 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 ഉപയോഗിക്കാം. പണ്ടത്തെ ആൾക്കാരാണ് എത്ര പവനുണ്ടടി, അല്ലേ? പെണ്ണുങ്ങൾ തമ്മിൽ കാണുമ്പോ ഏതെങ്കിലും കഴുത്തിൽ മാല കണ്ടാല്, കാതിൽ കമ്മൽ കണ്ടാൽ, കയ്യിൽ വള കണ്ടാൽ ഉടനെ അതിനെ പിടിച്ച് ചോദിക്കും, എത്ര പവനാണ്? കണ്ണും തള്ളിക്കൊണ്ട് ചോദിക്കും. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുമോ? മൈൻഡ് ചെയ്യില്ല.
ആരെങ്കിലും കുറെ ആഭരണങ്ങൾ ഇട്ട് കണ്ട പ്രാന്താന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ. നല്ല ബുദ്ധിയുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ആവശ്യത്തിലെടുക്കാൻ അല്ലേ? അങ്ങനെ നമ്മൾ കാണുന്നത് അങ്ങനെയാണോ? ആണോ? ചെറുപ്പക്കാർ പറയൂ സ്വർണം വേണ്ട, വേണ്ട, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട. അപ്പൊ അതിലൊക്കെ കൽപ്പിച്ച വിലയാണുള്ളത്. നമ്മൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. എല്ലാരും കൂടി ഒരു വില കൽപ്പിച്ചിരിക്കുകയാണ് അതിന്. ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങളെ പോലെയുള്ള സന്യാസിമാർക്ക് സ്വർണത്തിന് ഒരു വിലയും സമലോഷ്ടാസ്മ കാഞ്ചന. എന്നാൽ കല്ലോ മണ്ണോ ആണെങ്കിൽ കൂടുതൽ പ്രയോജനം ഉണ്ടാവും അല്ലേ? സ്വർണത്തെക്കാൾ പ്രയോജനമുള്ള വസ്തുക്കളാണ് മണ്ണ്. പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. വീട് കെട്ടാൻ മണ്ണ് വേണം, ഒരു തറ കെട്ടാൻ മണ്ണ് വേണം. ഭക്ഷണത്തിന് പകരം മണ്ണ് കഴിക്കുന്നവരുണ്ട്. സ്വർണം കഴിക്കാൻ പറ്റുമോ? ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വിശന്നു കഴിഞ്ഞാല് ചില ചെളിമണ്ണ്, ചെതല് ഇതൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന പാവങ്ങളുണ്ട്. അപ്പം അതുപോലെ കഴിക്കാൻ പറ്റിയതാണോ? അല്ല. അപ്പൊ നമ്മള് ഈ വസ്തുക്കളിൽ നമ്മൾ ആരോപിച്ച വിലയേ ഉള്ളൂ, ആരോപിച്ച സുഖമേ ഉള്ളൂ. ഒരു വസ്തുവിലും സുഖം സ്വതസിദ്ധമായിട്ടില്ല. വസ്തുക്കളുടെ സ്വഭാവമല്ല സുഖം തരിക എന്നുള്ളത്. നിങ്ങൾ അതിൽ സുഖം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റീവാണ് സുഖം എന്നുള്ളത്, ഓബ്ജക്റ്റീവ് അല്ല. ഒരു ഓബ്ജക്റ്റിലും സുഖമില്ല. ഇത് നമ്മൾ അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റിന്റെ പുറകെ നമ്മൾ പോകാതെയാവാണ് ബ്രേക്ക് വീഴും. ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് വീഴും. മറ്റേത് നമ്മള് ഈ പരസ്യങ്ങൾ കാണുമ്പോഴേക്കും കൊതിയാവുകയാണ് നമുക്ക്. ആ പരസ്യങ്ങൾ കണ്ട് ആസ്വദിക്കാൻ പഠിക്കുക ആദ്യം. അതാ പൊട്ടന്മാര് നമ്മളെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നു. ഈ പരസ്യങ്ങളൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കാനുള്ള വഴികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ആ പരസ്യം കാണിക്കുന്നവനോട് സിമ്പതി നമുക്ക് ഉണ്ടാവുക. പാവം അവനെ ജീവിക്കാൻ വേണ്ടി ആളുകളെ പൊട്ടന്മാരാക്കണം. അതിലിപ്പോ എന്നെ കിട്ടില്ല, വേറെ പാവങ്ങൾ പൊട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്തിൽ, അവരെ പറ്റിക്കാം. ഇങ്ങനെ നമ്മൾ ചിരിക്കാൻ പഠിക്കണം. ഈ ലോകത്തിൽ കാണുന്ന ഇതെല്ലാം കണ്ടിട്ട് ഈ വേഷം കെട്ടുകളൊക്കെ കണ്ട് ചിരിക്കാൻ പഠിക്കണം. ഭവസുഖേ ദോഷോനുസന്ധീയത ആത്മേച്ഛ വ്യവസീയത. ആത്മാവിനെ അറിയുവാനുള്ള ഇച്ഛ, ജിജ്ഞാസ, ആത്മജ്ഞാനത്തിനുള്ള ജിജ്ഞാസ, വ്യവസീയത. വ്യവസായം കൃഷിയാണ്. കൃഷി ചെയ്ത് വർദ്ധിപ്പിക്കൂ. അവരുടെ ഉള്ളില് പോഷിപ്പിക്കൂ എന്നർത്ഥം. അതിനെ വർദ്ധിപ്പിക്കൂ. നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത. അപ്പൊ ആരോടാണ്? ഗൃഹത്തിൽ ഇരിക്കുന്നവനോടാണ് പറയുന്നത്. ഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത. കഴിയുന്നതും വേഗം പുറത്തിറങ്ങാൻ നോക്ക്. കാരണം വീട്ടിൽ തന്നെ ഇരുന്നാൽ ചങ്ങലക്കിട്ടിരിക്കുകയാണ് അല്ലേ? ഈ പക്ഷികളെയൊക്കെ വളർത്തുന്നവർ ആദ്യം പക്ഷികളെ അവരുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിന്റെ ചിറക് വെട്ടും, അല്ലെങ്കിൽ കാലിലോ എവിടെയെങ്കിലും ചിറകിൽ കെട്ടിയിടും, തൂവലുകളെ തമ്മിൽ കൂട്ടിക്കെട്ടും. ഈ പ്രാവ് വളർത്തുന്നവരെയൊക്കെ കണ്ടിട്ടൊക്കെ അറിയാം. അല്ലെങ്കിൽ തൂവലുകൾ വെട്ടിവിടും. എന്നിട്ട് നല്ലോണം അവ പരിസരവുമായിട്ട് ആ പക്ഷിക്ക് പഴക്കം വന്നാൽ മാത്രം ആ തൂവല് വെട്ടിയതിനെ പറിച്ചു കളയും. അപ്പൊ പുതിയ തൂവലുകൾ വരും. അത് വളർന്നു വരുമ്പോഴേക്കും എന്താ ഇവിടെ അത് അതിന്റെ വീടാണെന്ന് റെക്കഗ്നൈസ് ചെയ്തു. ചിലപ്പോൾ പഴയ ഓർമ്മയുണ്ടെങ്കിലോ തൂവല് ഉളച്ചു വന്നു കഴിഞ്ഞാൽ പഴയയിടത്തേക്ക് പറഞ്ഞു പോകും. അതിന്റെ ഇണയോ കുഞ്ഞുങ്ങളോ വേറെ എവിടെയെങ്കിലും ആണെന്നുള്ള ഓർമ്മ അത് വന്നു കഴിഞ്ഞാൽ അത് പറന്നു പോവുകയും ചെയ്യും. അതാണ്. അപ്പൊ അതുപോലെയാണ് നമ്മളൊക്കെ ചിറക് വെട്ടിയവരോ കാല് കെട്ടിയവരോ ആയിട്ടാണ് ഗൃഹങ്ങളിൽ കഴിയുന്നത്. കാല് കെട്ടിക്കൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് അഴിക്കണം. അപ്പൊ ഗൃഹം എന്നുള്ളത് ഒരു പൊട്ട കിണർ പോലെയാണ്. നമ്മളെ അത് താഴ്ത്തിക്കൊണ്ടേയിരിക്കും. നമുക്കതിന് കരകയറാൻ പറ്റില്ല. അതിന് പുറത്തിറങ്ങണം എന്ന് വാനപ്രസ്ഥരാവണം എന്നുള്ള സൂചനയാണ്. വാനപ്രസ്ഥത്തിലേക്ക് കടക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ നല്ല വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞ ആശയങ്ങളാണ്. ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ പദങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി. സംഘസത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം ശാന്ത്യാദി പരിചീയതാം ദൃഢധരം കർമാസു സംത്യജ്യതാം സദ്വിദ്വാനുപസർപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമഖ്യതാം
ശ്രുതിശിരോ വാക്യം സമാഗമ്യത. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തെരുവില് അലയുകയാണോ വേണ്ടത്? അല്ല. അതിന് ലക്ഷ്യബോധം കുറയ്ക്കാൻ എന്ത് വേണം? സത്സംഗം ചെയ്യണം. അതാണ് സംഗഹ സത്സു വിധീയത. സത്സു എന്ന് പറഞ്ഞാലോ സജ്ജനങ്ങളിൽ, സത്പുരുഷേഷു. സത്പുരുഷേഷു സംഗഹ വിധീയത. സംഘം വിധി ചെയ്യേണ്ടതാണ്. വിധീയത എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഡു, ചെയ്യേണ്ടതാണ്. അപ്പോ നമ്മളെ വഴി തെറ്റാതിരിക്കാനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പിന്നെ വേറൊരു വീട്ടിൽ പോയി കയറാൻ പാടുവോ? പലർക്കും അതാ സംഭവിക്കുക, അല്ലെ? വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു, അമ്മാത്തിട്ട് എത്തിയതുമില്ല എന്ന് പഴഞ്ചൊല്ല് പോലെ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്കോ ഗുരുവിനോ തേടി പോകുന്നതിന് പകരം വേറെ ഏതെങ്കിലും വഴിക്ക് പോയി ഏതെങ്കിലും മറ്റൊരു ഇല്ലത്ത് കയറിയാലോ, അവിടെ കുടികളപ്പായാലോ, അത് ശരിയല്ല. അപ്പൊ അതിനെന്ത് വേണം? സജ്ജനങ്ങളുമായി കൂട്ടുകൂടണം. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സത്തിൽ നിഷ്ഠയുള്ളവർ. സത്ത് എന്താണ്? സത്യമായ വസ്തു ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നവരും ഈശ്വരനെ കുറിച്ച് മാത്രം പറയുന്നവരും ആ ഈശ്വര പരമായി മാത്രം ജീവിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. സത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത അവർക്ക് ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അവരുടെ ഏത് പ്രവൃത്തിയിലും ആ ചിന്തയുണ്ട്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരൻ സന്തോഷിക്കാനുള്ളതാവട്ടെ, ഞാൻ പറയുന്ന വാക്കുകൾ ഈശ്വരനെ കുറിച്ചാവട്ടെ, അസത്തിനെ കുറിച്ച് ആവാതിരിക്കട്ടെ, മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ കൊടുക്കുന്ന വാക്കുകൾ ഞാൻ പറയാതിരിക്കട്ടെ, എല്ലാവർക്കും ആനന്ദം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന നല്ല വാക്കുകൾ, ഈശ്വരനെ കുറിച്ചുള്ള വാക്കുകൾ എന്റെ നാവിൽ നിന്ന് വരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് സജ്ജനങ്ങൾ, സത്പുരുഷന്മാർ. അങ്ങനെയുള്ള സജ്ജനങ്ങളോട് സംഘം വിധീയതാം ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താലോ അവരുടെ കൈപിടിച്ച് നടക്കാൻ നമുക്ക് വഴി തെറ്റാതെ ഒരു എസ്കലേറ്ററിൽ കയറുന്നത് പോലെയാണ് സത്സംഗം. എസ്കലേറ്ററിൽ കയറിയ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എസ്കലേറ്റർ നമ്മളെ കൊണ്ടുപോയിക്കോളും ഏത് നിലയിലേക്ക് വേണമെങ്കിൽ, അല്ലേ? ലിഫ്റ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ മതി. അത് 10ാം നിലയോ 15ാം നിലയോ 27ാം നിലയോ എവിടേക്ക് വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോയാക്കും. നമ്മൾ അനങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. അവിടെ ഉണ്ടാക്കാനുള്ള ഒന്നും ചെയ്യാതിരുന്നാൽ മതി, അല്ലെ? അവിടെ കിടന്ന് പരിഭ്രമിക്കാതിരുന്നാൽ മതി. അത് നമ്മളെ എത്തേണ്ടടുത്ത് എത്തിച്ചോളൂ. ഇതുപോലെയാണ് സത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ അറിവില്ലായ്മയെ നീക്കി നമ്മുടെ തെറ്റായ പ്രവൃത്തികളെയെല്ലാം പതുക്കെ പതുക്കെ അകറ്റി നമ്മളെ നേരായ പ്രവൃത്തി ചെയ്യാനും നേരായ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും സത്സംഗം എപ്പോഴും നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ അവിടേക്ക് കയറിയാൽ മതി, ബാക്കിയൊക്കെ തന്നെത്താൻ നടക്കും. ഇവിടെ പ്രഹ്ലാദന്റെ 9 പടികളുണ്ട് ഭക്തിയുടെ, അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതൊരു 9 പടികളാണ് നവവിധ ഭക്തി. അപ്പൊ ഇത് ശ്രവണമാണ് ആദ്യത്തെ പടി. ശ്രവണം എവിടുന്നാ കിട്ടുക? ഈശ്വരനെ കുറിച്ചുള്ള ശ്രവണം ഈശ്വരനെ കുറിച്ച് അറിയുന്ന മഹാത്മാക്കളിൽ നിന്നേ കിട്ടുള്ളൂ. സത്സംഗത്തിൽ നിന്നേ ശ്രവണം കിട്ടുള്ളൂ. ആ ശ്രവണം കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മൾ കീർത്തിക്കാൻ തുടങ്ങും. ഇപ്പൊ നമുക്ക് കീർത്തിക്കാനുള്ള ഡാറ്റ ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ കാര്യമല്ല പറയുന്നത്. ഇതുവരെ സത്സംഗത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് കീർത്തനം പ്രയാസമാണ്. എന്തുകൊണ്ട്? എന്തിനെ കുറിച്ചാ കീർത്തനം ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക്, അല്ലേ? അങ്ങനെയുള്ളവരാണ് ഇപ്പോ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ പാടുന്നത്, അല്ലേ? വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയോ പാട്ടുകള് ക്ഷേത്രോത്സവങ്ങളിൽ പാടിയിട്ട്, വൃത്തികേടുകളൊക്കെ പാടിയിട്ട്. അപ്പൊ അവർക്ക് എന്തില്ല? ഈ സംസ്കാരമില്ല, സത്സംഗം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരെയൊക്കെ അടുപ്പിക്കാൻ പാടുമോ? ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തെ ദുഷിപ്പിക്കാൻ. അപ്പൊ പണ്ടൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ വിളിച്ചിരുന്നത് നല്ല ഭാഗവതർമാരെയാണ്, അല്ലെ? സംഗീതജ്ഞന്മാർക്ക് പേര് ഭാഗവതർ എന്നും കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അവർ ഭാഗവതരായത്? ഭക്തിയുള്ളവർ എന്നാണ് അർത്ഥം. ഭാഗവതൻ എന്നാൽ ഭക്തിയുള്ളവൻ, ഭഗവാനോട് ബന്ധപ്പെട്ടവൻ എന്നാണ് ഭാഗവത ശബ്ദത്തിൽ. ഭഗവത ഇതമിതി ഭാഗവതം, ഭഗവാന്റേതാണ് ഇവൻ എന്നുള്ളത് കൊണ്ടാണ് അവനെ
ഭാഗവതൻ എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടത്തെ ത്യാഗരാജ ഭാഗവതർ, മുത്തുസ്വാമി ദീക്ഷിതർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭഗവാനെ കുറിച്ച് പാടി. ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർക്ക് ഭഗവാനെ കുറിച്ച് പാടി. വേറെ വേണ്ടാത്തൊന്നും അവർ ഇതുവരെ പാടിയിട്ടില്ല. അങ്ങനെയുള്ളവരെ ഭാഗവതന്മാരെ വേണം കീർത്തനം ചെയ്യാനായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ക്ഷണിക്കാൻ. ഇത് തല്ലിപ്പൊളികളൊക്കെ വിളിച്ച് തല്ലിപ്പൊളി പാട്ടുകളൊക്കെ പാടുന്ന അവസ്ഥയാണ്. അത് സത്സംഗമാണോ, അത് ക്ഷേത്രത്തിൽ നടത്താനുള്ളതാണോ? ഒരിക്കലും പാടില്ല. പറഞ്ഞു വന്നത്, കീർത്തനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശ്രവണം വേണം. ശ്രവണമാണ് കീർത്തനത്തിന്റെ ബേസ്. നിങ്ങൾക്ക് നല്ലൊരു ഈശ്വരനെ കുറിച്ചൊരു കവിത രചിക്കണമെങ്കിൽ പോലും എന്ത് വേണം? അതുപോലുള്ള കവിതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അപ്പോഴേ കവിത വരുള്ളൂ. പാടാനാണെങ്കിലും കേട്ടിട്ടുണ്ടാവണം ഈശ്വരന്റെ മഹാത്മ്യം. അപ്പോ ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം കഴിവുണ്ടാവും. സ്മരണം തന്നെത്താൻ സംഭവിക്കും. നിരന്തരം ആ സ്മരണ നമ്മളെ സഹായിക്കും. അത് കഴിഞ്ഞിട്ടുള്ള അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ പണികളൊക്കെ നമ്മൾ അറിയാതെ കാര്യമായിട്ട് പോകും, ഒരു എഫർട്ടും ഇല്ലാതെ. അപ്പൊ അതിന് ആദ്യത്തെ ബേസ് എന്താണ്? എല്ലാ മാർഗത്തിലും ഫൗണ്ടേഷൻ ശ്രവണമാണ്. ഇപ്പോ വേദാന്ത വിചാരമാണെങ്കിലും, ഇപ്പൊ ഭക്തിയുടെ മാർഗമാണ് 9 പടികൾ പറഞ്ഞത്. വേദാന്ത മാർഗമാണെങ്കിലും എന്താണ്? ശ്രവണം, മനനം, നിധിധ്യാസനം. ആദ്യത്തേത് ശ്രവണമാണ്, എന്നിട്ടാണ് മനനം, എന്നിട്ടാണ് നിധിധ്യാസനം. ഇതിപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള പല ആചാര്യന്മാരും അല്ലെങ്കിൽ ആചാര്യന്മാർ സമഞ്ഞിരിക്കുന്നവരും എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യണം. എന്തിനെ മെഡിറ്റേറ്റ് ചെയ്യും? ഇതുവരെ എന്താണോ ശീലിച്ചത് അതേ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ എന്തിനെ കുറിച്ച് അറിഞ്ഞോ അതിനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ മെഡിറ്റേഷൻ എന്നുള്ളത് ഒരു ഫാൻസി ആയിട്ട് മാറി. നേരിട്ട് മെഡിറ്റേഷൻ. ആദ്യം ചെയ്യേണ്ട മെഡിറ്റേഷന് മുമ്പ് ചെയ്യേണ്ടത് എന്താണ്? ഈ മെഡിറ്റേഷൻ നിധിധ്യാസനമാണ്. നിധിധ്യാസനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശ്രവണ, മനനം എന്നുള്ള 2 തട്ടുകൾ, 2 തലങ്ങൾ കഴിഞ്ഞിട്ടാണ് മെഡിറ്റേഷൻ. പിന്നെന്താ വെച്ചാൽ ഒന്നും ചെയ്യാതെ 10 മിനിറ്റെങ്കിലും ഇരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മുടെ. പക്ഷെ ആ സമയത്തായിരിക്കും ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ 10 മിനിറ്റ് വെറുതെ ഇരിക്കുന്ന നേരത്തായിരിക്കും തലക്കകത്ത് എല്ലാ ചിന്തകളും ഒന്നിച്ച് കുത്തി മറിഞ്ഞു വരിക. അപ്പൊ മെഡിറ്റേഷൻ എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പല്ല. അത് ശ്രവണം, മനനം, നിധിധ്യാസനം. അപ്പൊ പറഞ്ഞു വന്നത് സംഗഹ സത്സു വിധീയത. ഈ ശ്രവണമാണ് മുഖ്യം. ആ ശ്രവണം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും, നമ്മുടെ അറിവില്ലായ്മയെ ദൂരീകരിക്കും. അത് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിലൂടെ നമ്മുടെ കർമ്മങ്ങൾക്ക് മാറ്റം സംഭവിക്കും. നമ്മളറിയാതെ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവും. അതാണ് സജ്ജനങ്ങളുമായിട്ട് സംഘമുണ്ടായാൽ നിങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് യൂട്ടേൺ എടുക്കും. ഇതുവരെ പോയ തെറ്റായ വഴിയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് യൂട്ടേൺ എടുക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയോ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാൾ, എത്രയോ തീർത്ഥാടനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലമാണ് സത്സംഗത്തിന് നൽകാറുള്ളത്. അത് ഭഗവാൻ ഭാഗവതത്തില് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സത്സംഗത്തിന്റെ മഹിമ നാരദ മഹർഷി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, വ്യാസൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നത്, അമ്മയാനി തീർത്ഥാനി ന ദേവാമച്ഛിരാമയാഹ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവഃ. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാതെ പോയിട്ട് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അവിടെ വെറും കല്ല് കാണും, അല്ലെങ്കിൽ ലോഹങ്ങൾ കാണും, അല്ലെ? ലോഹ വിഗ്രഹം, അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള വിഗ്രഹം, അല്ലെങ്കിൽ ദാരു വിഗ്രഹം. ആ രൂപം കണ്ടിട്ട് വരും. ആ ഈശ്വരൻ ആരാണെന്ന് അറിവില്ലാതെ പോയാൽ, അപ്പൊ ശ്രദ്ധയില്ലാത്തവന് ക്ഷേത്ര ആരാധന കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം ഇവനോട് സംസാരിക്കുവോ? അവിടെയുള്ള പൂജകൻ സംസാരിക്കുവോ? അവൻ കഴിയാവുന്ന ദക്ഷിണം അടിച്ചെടുത്തു, അല്ലേ? അപ്പൊ ക്ഷേത്രങ്ങളിൽ പോയാൽ, എത്രയോ കാലം ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് പിന്നീട് കാലം കൊണ്ടുണ്ടാവുള്ളൂ എന്നാ. അതുപോലെ എത്രയോ തീർത്ഥങ്ങളിൽ നിങ്ങൾ ഭക്തിയില്ലാതെ കുളിച്ചിട്ട് കാര്യമില്ല, ശ്രദ്ധയില്ലാതെ കുളിച്ചിട്ട് കാര്യമില്ല. ഗംഗയിൽ അനേക ജന്തുക്കളൊക്കെ കുളിക്കുന്നു, വല്ല പ്രയോജനമുണ്ടോ? പോത്തും മുതലയും പശുക്കളും മത്സ്യങ്ങൾ ഗംഗയിലുണ്ട്, വല്ല പ്രയോജനമുണ്ടോ? അവർക്കൊന്നും ഒരു പ്രയോജനമില്ല. ഗംഗയെ
അതിന്റെ മഹിമയോടുകൂടി ആര് കാണുന്നുവോ അവർക്ക് മാത്രമേ ഗംഗാസ്നാനം കൊണ്ട് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതെപ്പോ ഉടനെ കിട്ടുമോ? ഇമ്മീഡിയറ്റ് കിട്ടുമോ? ഇല്ല. അതാണ് നഹി അമ്മയാനി തീർത്ഥാനി. അപ്പ എന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പമയം അമ്മയം. ജലാശയങ്ങളല്ല തീർത്ഥങ്ങൾ. ജലാശയങ്ങളിൽ തീർത്ഥ ബുദ്ധി നമുക്ക് ഉണ്ടാകുമ്പോഴേ അത് നമ്മളെ അനുഗ്രഹിക്കേ പുനന്തി ഉരുകാലയാണ്. അപ്പോ ദേവ വിഗ്രഹങ്ങളും നമ്മൾ ഭക്തിയില്ലെങ്കിൽ അത് അനുഗ്രഹിക്കില്ല. എന്നാൽ ദർശനാദേവ സാധവ, സജ്ജനങ്ങളെ കാണുന്ന മാത്രയിൽ അവർ നിങ്ങളെ അനുഗ്രഹിക്കും, അതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും എന്ന് ഭഗവാൻ പറയും, ആവർത്തിച്ച് പറയും. ഈ ശ്ലോകം ഭാഗവതത്തില് 5 പ്രാവശ്യം, ഈ ഒരൊറ്റ ശ്ലോകം. 4 ഒരേപോലെ തന്നെ ഒരു ഭാഗത്ത് ശ്ലോകത്തിന് അക്ഷരങ്ങൾ അല്പം വ്യത്യാസത്തോടുകൂടി അവതരിപ്പിച്ചു. അപ്പോ സംഗഹ സത്സു വിധീയതാം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും. നമുക്ക് ഈ ലോകത്തോട് വൈരാഗ്യം ഉണ്ടാകണം. നിസ്സംഗത്വം. ഇതിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച ഗുണമൊന്നും ഈ വസ്തുക്കൾക്കൊന്നും ഇല്ലാതെ തിരിച്ചറിവ് വേഗം ഉണ്ടാവും. ഇവിടുന്ന് സത്സംഗം കൊണ്ട്. അല്ലെങ്കിലോ കുറെ കാലം കൊണ്ടേ അറിയുള്ളൂ, അല്ലേ? അടികൊണ്ട് കുറെ കഴിയുമ്പോ ചെയ്തതെല്ലാം വിഡിത്തരായിരുന്നു. 3 വയസ്സുകാലത്ത് വൃദ്ധസ്താവ ചിന്താസക്ത. അങ്ങനെ ആവണോ? നേരത്തെ തന്നെ വിവേകം വന്നു കഴിഞ്ഞാൽ, ലോക സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ആശ്രയിക്കാതിരിക്കാം, അല്ലേ? ഈ ലോകം ഡിപ്പെൻഡബിൾ അല്ല. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തിൽ വന്ന് നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാം ഭജസ്വ എന്ന് ഭഗവാൻ പറഞ്ഞു. ആരാ മാം? നിത്യനും ആനന്ദസ്വരൂപനുമായിട്ടുള്ള ഭഗവാനെ ഭജിക്കൂ. അനിത്യവും ദുഃഖസ്വരൂപവുമായിട്ടുള്ള ലോകത്തെ ആശ്രയിക്കുകയല്ല വേണ്ടത്. അപ്പോ ആ സംഘ സത്സുവിധിയ, ഈ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം നമ്മൾക്ക് നേരായ വഴി എപ്പോഴും കാണിച്ചു തരും. അനായാസമായിട്ട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. ഭഗവതോ ഭക്തിർ ദൃഢാധീയത. ഭഗവത ഭക്തി, ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി വളരെ ദൃഢമായിട്ട് ഉറച്ചതായിട്ട് ആധീയത. ആദാനം ചെയ്യുക എന്നുള്ള ഉറപ്പിക്കൽ തന്നെയാണ്. ദൃഢമായി ഉറപ്പിച്ചാലും ഗർഭാധാനം, അതുപോലെ ശിലാധാനം എന്നൊക്കെ പറഞ്ഞാൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ്, ശിലാധാനമാണ്. അതുപോലെ ഗർഭാധാനം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബീജത്തെ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് പ്രവേശിപ്പിക്കലാണ്. അതുപോലെ ഭക്തി ദൃഢാധീയത, ദൃഢയായ ഭക്തി ഹൃദയത്തിൽ ഉറപ്പിക്കൂ. ആരോടുള്ള ഭക്തി? ഭഗവത ഭക്തി, ഭഗവാനോടുള്ള ഭക്തി. അതാ ലോകത്തോടുള്ള ഭക്തിയല്ല. ലോകത്തോടുള്ള ഭക്തിക്ക് പേരെന്താണ്? ശക്തി. അത് തന്നെ ഈശ്വരന്റെ നേരെ ആവുമ്പോൾ ഭക്തി. നമുക്ക് ഈ ലോകത്ത് നമ്മൾക്ക് പലതിനോട് സ്നേഹമുണ്ട്. ആ പലതിനോടുള്ള സ്നേഹം ആസക്തിയാണ്. ഈശ്വരനോടുള്ളതായിട്ടുള്ള ആസക്തി അല്ലെങ്കിൽ സ്നേഹം അത് ഭക്തിയാണ്. ഈശ്വരനോട് ഭക്തി ഉണ്ടായാൽ എന്താ ഗുണം? അത് നമുക്ക് മോക്ഷകാരണമാകുന്നു. ലോകത്തോട് സ്നേഹമായാലോ ബന്ധകാരണമാകുന്നത്. കപില ഭഗവാൻ ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ ദേവഹൂതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേത കൽവസ്യ ബന്ധായ മുക്തയേച്ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. നമ്മുടെ മനസ്സാണ് നമ്മുടെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. എങ്ങനെയുള്ള മനസ്സ് ബന്ധകാരണമാകുന്നു? ഗുണേഷു സക്തം ചേത ബന്ധായ ഭവതി. ഗുണങ്ങളിൽ, ഗുണമെന്നാൽ വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെയാണ് ഗുണങ്ങൾ അഥവാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ലോകത്തോടുള്ളതായിട്ടുള്ള ആ ഒരു മനസ്സ് അത് ബന്ധന കാരണമാകുന്നു. ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി. പുംസി എന്ന് പറഞ്ഞ പുമാനിൽ. ആരാ പുമാൻ? പുരുഷൻ. ആരാ പുരുഷൻ? പൂർണ്ണനായ ഈശ്വരൻ. ആ പുരുഷനിൽ ശക്തമായ മനസ്സ്, രഥം വാ രമിക്കുന്ന മനസ്സ്, മുക്തയെ മുക്തിയിലേക്ക് നയിക്കും. അപ്പോ മനസ്സിനെ നമ്മൾ ആരുടെ നേരെ നയിക്കുന്നതാണ് നല്ലത്? ആരിൽ രമിക്കുന്നതാണ് നല്ലത്? നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, നമുക്ക് മനസ്സന്തോഷം വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ
ഈശ്വരനിലേക്ക് തിരിക്കണം. ലോകത്തേക്ക് തിരിച്ചാൽ എല്ലാ ഭാഗത്തും നമുക്ക് അസ്വസ്ഥതകളെ ഉണ്ടാവൂ, ബന്ധനങ്ങളെ ഉണ്ടാവൂ. അതുകൊണ്ട് വിവേകപൂർവം ഭഗവതോ ഭക്തിർ ദൃഢ ആദീയത. അപ്പൊ ഭഗവാനിൽ ഭക്തി ഉറയ്ക്കാൻ എന്താ വഴി? ആകാശത്ത് പൊട്ടി വീഴുന്നതാണോ? അതിനാണ് മുമ്പ് പറഞ്ഞ സംഗഹ സത്സു വിധീയത. സജ്ജനങ്ങളോടുള്ള സംഘമാണ് ഭക്തിയെ വർദ്ധിപ്പിക്കുക. അല്ലാതെ ഭക്തി ഓട്ടോമാറ്റിക് ആയിട്ട് വർദ്ധിക്കില്ല, ആകാശത്ത് നിന്ന് പൊട്ടി വീഴില്ല. നിരന്തരമായ ശ്രവണം തന്നെയാണ് ഭക്തിയെ വർദ്ധിപ്പിക്കുക. എത്രത്തോളം ശ്രവണം ചെയ്യുന്നു അത്രത്തോളം വേഗത്തിൽ ഭക്തി വർദ്ധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഭാഗവതത്തിൽ പൃഥു ചക്രവർത്തി എന്ന് പറഞ്ഞ ചക്രവർത്തി ഭഗവാനോട് എന്താ വരം വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്, എനിക്ക് 10,000 ചെവികൾ തരൂ എന്ന് പ്രാർത്ഥിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് എപ്പോഴും എവിടെ നോക്കിയാലും ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള അവസരം തരൂ, 10,000 ചെവികളുടെ പ്രയോജനം തരൂ. നമ്മുടെ കയ്യിൽ നിന്ന് 10,000 ചെവികളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലെയുള്ള ആപ്പുകളില് 10,000 കണക്കിന് യൂട്യൂബുകളില് മഹാത്മാക്കളുടെ പ്രഭാഷണങ്ങൾ കിടപ്പുണ്ട്. 10,000 ചെവിയുടെ ബലമായില്ലേ? നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കാലോ. ഒന്ന് എടുക്കുക, കേൾക്കുക, അത് കഴിയുമ്പോൾ അടുത്തത് കേൾക്കുക, അത് കഴിയുമ്പോൾ അടുത്തത് കേൾക്കുക. ലൈവുകളുണ്ട്, റെക്കോർഡുകളുണ്ട്, ഇല്ലേ? ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്, എവിടെ പോയാലും. ഇതൊക്കെ എന്തിന്റെ ബലമാണ്? ചെവിയുടെ ബലമാണ്. ഇത് വേണ്ട പോലെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിലും ആ ചെവി കൂടെ വല്ല വേട്ടാവഴിയന്മാർ കയറിപ്പോകും, അല്ലേ? നമ്മൾ ചെവിയിൽ തോന്നിട്ടിട്ട് രാത്രി കിടക്കുമ്പോഴൊക്കെ വല്ല പഴുതാര, പാറ്റ, വേട്ടാവഴിയിലൊക്കെ കയറും ചെവിയിൽ. അതുപോലെയാണ് ഈ ലോക വിഷയങ്ങൾ കയറുന്നത്. അത് കയറാതിരിക്കാൻ എന്ത് ചെയ്യണം? ഹെഡ്ഫോൺ വെച്ചിരിക്കണം, അല്ലെ? ചെവി അടച്ചിരിക്കണം, ചെവി നിറഞ്ഞിരിക്കണം, അകത്തേക്ക് കയറാൻ സ്ഥലമില്ലാതിരിക്കണം. അപ്പോ അത് എന്തുകൊണ്ട് നിറയ്ക്കണം? ആരാണോ ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുന്നത് അവരുടെ ചെവിയിലൂടെയാണ് ഭഗവാൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഭാഗവതം പറയുന്നത്. ചെവിയാണ് ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ദ്വാരം, അല്ലാതെ കണ്ണല്ല, മൂക്കല്ല, വായല്ല. അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ എത്ര നേരം നോക്കിയിരുന്നാലും ഇത്ര വേഗത്തിൽ പ്രവേശിക്കില്ല. അവിടെ പോയിട്ട് എത്ര പൂക്കൾ മണത്താലും, എത്ര പ്രസാദം നാവ് കൊണ്ട് രുചിച്ചാലും, എത്ര ചന്ദനം ദേഹത്ത് ധരിച്ചാലും ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ നിങ്ങൾ ചെവി മാത്രം ഭഗവാന്റെ കഥകൾക്ക് വിട്ടുകൊടുത്താൽ വളരെ വേഗത്തിൽ ഭഗവാൻ ഉള്ളിലേക്ക് കയറിക്കൂടും. ഭഗവാൻ ഉള്ളിലേക്ക് കയറിയാലോ, ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള സകല മാലിന്യങ്ങളെയും ഭഗവാൻ തന്നെ തൂത്തുവാരി പുറത്തു കളഞ്ഞ് അവിടെ ഭഗവാന്റെ എന്താ പറയാ ശ്രീകോവിൽ ഒരുക്കി ഭഗവാൻ അവിടെ സിംഹാസനം പണിത് അവിടെ അങ്ങനെ സുഖമായിട്ട് വിരാജിക്കും. അപ്പൊ ഭഗവാനെ അകത്തേക്കൊന്ന് കയറ്റി വിട്ടാൽ മതി. ഏത് വഴിക്കാ കയറ്റി വിടുക? ചെവി കൂടെയാണ്. അത് ഭഗവാൻ പറഞ്ഞതാ. നിരന്തരം ഭഗവത് കഥകളെ കേൾക്കുന്നവരുടെ കർമ്മരന്ധ്രത്തിലൂടെ ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളെയും അശുദ്ധികളെയും ഭഗവാൻ ശുദ്ധമാക്കുന്നു. എന്നിട്ട് സ്വയം അവിടെ പ്രതിഷ്ഠ നേടുന്നു. അപ്പൊ ഭഗവതോ ഭക്തിർ ദൃഢാതീയത എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ വഴി? ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കുക, ഭഗവത് മാഹാത്മ്യത്തെ നിരന്തരം കേൾക്കുക, ഭക്തി ദൃഢമായിക്കൊള്ളും, ഉറച്ചുകൊള്ളും. ഭഗവതോ ഭക്തിർ ദൃഢാതീയത അത് നമ്മളെ നല്ല സംസ്കാരമുള്ളവരാക്കി മാറ്റും, ശുദ്ധിയുള്ളവരാക്കി മാറ്റും, നിഷ്കളങ്കരാക്കി മാറ്റും. നമ്മുടെ കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിതമാക്കി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. നമ്മൾ നല്ല ഭക്തന്മാരാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവാന് പ്രീതികരമായി മാറും. നല്ല ഭക്തരാണെങ്കിൽ, ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, യഥാർത്ഥ സ്നേഹം ഭഗവാനോടുണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ എന്നിൽ അർപ്പിക്കൂ, അല്ലേ? യത്കരോഷി യതസ്നാസി യജ്ജുഹോഷി ദദാസിയത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം മന്മനാഭവ മദ്ഭക്തഃ മദ്യാചി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്ത്വൈവം പ്രതിജാനേ പ്രയോഗിമേ. എല്ലാം എന്ത് ചെയ്യുന്നതും എന്നിൽ അർപ്പിക്കൂ. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, പ്രതിജാനേ, നീ എന്നെ തന്നെ പ്രാപിക്കും എന്ന്. മാമേവ യേഷ്യസി ഏവം യുക്ത്വാ മാമേ വൈശ്യസി യുക്ത്വൈവം പ്രതിജാനേ
ഐ ഡു പ്രോമിസ് പ്രതിജാനി. എന്തുകൊണ്ട്? പ്രിയോസി മേ, യു ആർ വെരി ഡിയർ ടു മീ. ഭഗവാൻ പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മളാണ് ഭഗവാനെ മൈൻഡ് ചെയ്യാത്തത്. വേണ്ട പോലെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ. ഭഗവാൻ വരാൻ തയ്യാറാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഭഗവതോ ഭക്തിരദൃഢാധീയതം. വളരെ വിസ്തരിക്കാനുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ശാന്ത്യാദി പരിചീയത. ശാന്തിയാദി എന്ന് പറഞ്ഞാലോ, ശാന്തി എന്നാൽ ശമം, മനസ്സിന്റെ നിയന്ത്രണമാണ് ശമം. മനസ്സിന്റെ നിയന്ത്രണമാണ് ശാന്തി. ശമത്തിന്റെ പര്യായമാണെന്ത്? ശാന്തി. അതിനെ എന്ത് ചെയ്യണം? ആദി എന്ന് പറഞ്ഞതുകൊണ്ട്, ആദി കൊണ്ട് 6 ഗുണങ്ങൾ: ശമം, ദമം, ഉപരമം, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. സമാധി ഷഡ്ക സമ്പത്തി എന്ന് പറയും. സമാധി ഷഡ്ക സമ്പത്തി. ഷഡ്കം 6, അതിന്റെ സമ്പത്ത്, അതിന്റെ നിറവ്. അപ്പൊ സമാധി ഷഡ്കം ഏതൊക്കെയാണ്? ശാന്തി അഥവാ ശമം, ദമം, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം, ഉപരമം എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനം, അവനവന്റെ കർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ചെയ്ത് ബാഹ്യകാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, അന്തർമുഖരായിരിക്കുക. ഞാനുണ്ട്, എന്റെ കാര്യമുണ്ട്, ആ ഭാവമുണ്ട്. ഉപരമം, തന്നിൽ തന്നെ രമിക്കുക, തന്റെ കർമ്മങ്ങൾ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നിലേക്ക് തന്നെ മടങ്ങുന്നതാണ് ഉപരമം. തിതിക്ഷ എന്ന് പറഞ്ഞാലോ, ദ്വന്ദ്വങ്ങളെ അവഗണിക്കുക. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, മാനം, അപമാനം, പൂജ, നിന്ദ, ഇങ്ങനെ പലതും നമുക്ക് വരും. ഓപ്പോസിറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇത് ലോക സ്വഭാവമാണ്. ഒന്നു മാത്രമായിട്ടല്ല വരിക, പിന്നാലെ മറ്റേയാളും വരുന്നുണ്ടാവും. ഇപ്പൊ ലാഭം വന്നാൽ പിന്നാലെ നഷ്ടം വരുന്നുണ്ടാവും. ഇപ്പൊ സുഖമാണെങ്കിൽ പിന്നാലെ ദുഃഖവും വരുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ ഒരാളെ ബഹുമാനിച്ചു, നാളെ അവമാനിക്കാൻ ഒരാളുണ്ട്. ഇതൊക്കെ പിന്നാലെ ദ്വന്ദ്വങ്ങളാണ്. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവയെ അവഗണിക്കാൻ പരിശീലിക്കണം. ഇത് ലോക സ്വഭാവമാണ്. ഇതിന് നമ്മൾ പ്രതിവിധി ചെയ്യാനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല, അവഗണിച്ചാൽ മതി. ഇതാണ് തിതിക്ഷ. തിതിക്ഷ എന്ന് പറഞ്ഞാൽ തെറ്റും ക്ഷമതയാണ്, ഉപേക്ഷിക്കുവാനുള്ള ശക്തിയാണ്, നിസ്സാരമായി കാണാനുള്ള ശക്തിയാണ് തിതിക്ഷ. എന്തിനേയും നിസ്സാരമായി കാണുക. നമ്മളെ ബാധിക്കുന്ന ഏത് വിഷമങ്ങളും നിസ്സാരമാണെന്ന് കാണുക. അപ്പൊ അത് നമ്മളെ ബാധിക്കില്ല. മറ്റത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് വിഷമിക്കുന്നത്, നമ്മൾ കിടന്ന് ആടിക്കളിക്കുന്നത്. അപ്പൊ ശാന്തരായിരിക്കുക. അപ്പൊ ശമം, ദമം, ഉപരമം, തിതിക്ഷ, ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ. ശാസ്ത്രങ്ങളിലും ഗുരുക്കന്മാരുടെ വാക്കുകളിലും സത്യത്തോടു കൂടിയതായിട്ടുള്ള വിശ്വാസ ബുദ്ധിയാണ് ശ്രദ്ധ. അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അതിനെ സംശയിക്കാതിരിക്കുക. സംശയാത്മാ വിനശ്യതി, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അത് ശ്രദ്ധയാണ് വേണ്ടത്. അടിയുറച്ച ശ്രദ്ധ വേണം ശാസ്ത്രങ്ങളിലും ഗുരുവാക്യങ്ങളിലും. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല എന്ന് വരെ, അത് ചോദിക്കാം ഗുരുക്കന്മാരോട്. ശാസ്ത്രം പഠിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും വീണ്ടും പഠിക്കണം. അഭ്യാസം കൊണ്ട് സാധിക്കും. അപ്പോ ശ്രദ്ധ. സമാധാനം എന്ന് പറഞ്ഞാല് അറ്റൻഷൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ എന്നൊക്കെ അർത്ഥം. സമ്യക് ആധാനം ചെയ്യുക. എന്തിനെ? ബുദ്ധിയുടെ വൃത്തികളെ. സമ്യക് ആസ്ഥാപനം ബുദ്ധേ ശുദ്ധേ ബ്രഹ്മണി സർവദാ തത് സമാധാനം ഇത്യുക്തം നതു ചിത്തസ്യ ലാളനം. നമ്മുടെ മനസ്സിന് തോന്നിയ പോലെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കാടുരാമ എന്ന് നമ്മളെ കളിപ്പിക്കുന്ന നമ്മുടെ മനസ്സാണ്. അതിന്റെ വിംസ് ആൻഡ് ഫാൻസീസിനെ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. അതിനെ പോയി പണി നോക്കാൻ പറയുക. നിങ്ങളുടെ വീട്ടിലെ വേലക്കാരൻ വന്ന് നിങ്ങളെ ഇവിടെ ഇരിക്കുക നമ്മൾ കേൾക്കുവോ? അതുപോലെ ഈ മനസ്സ് എന്നുള്ളത് നമുക്കുള്ളൊരു വേലക്കാരനാണ്. നമ്മൾ അതിനെ കൊണ്ടാ പണിയെടുപ്പിക്കുന്നത്. അല്ലാതെ ആ മനസ്സ് നമ്മളെ കളിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. അപ്പോ സമാധാനം എന്ന് പറഞ്ഞാല് ചിത്തവൃത്തികളെ ഉറപ്പിക്കലാണ്. സമ്യക് ആധാനം. സമാധി എന്നുള്ള വാക്കും അതിന്റെ തന്നെ രൂപമാണ്. സമാധി. സമ്യക് ആദീയതേ യസ്മിൻ സർവാ ചിത്തവൃത്തയ. സർവ ചിത്തവൃത്തികളും ഏതൊരവസ്ഥയിൽ ഉറയ്ക്കുന്നുവോ അതാണ് സമാധി. അപ്പൊ അതിനൊരു ഫോക്കസ് ആയിട്ടൊരു
ഒരു ലക്ഷ്യം കൊടുക്കുക. അതാണ് ബ്രഹ്മ, പ്രപഞ്ചത്തിന്റെ ആധാരമായ വസ്തു. അതിലേക്ക് മനസ്സിനെ ഉറപ്പിക്കലാണ്, ബുദ്ധിയെ ഉറപ്പിക്കലാണ് സമാധാനം. അപ്പൊ ഇങ്ങനെയുള്ള 6 ഗുണങ്ങളാണ് ഇവിടെ. ശാന്ത്യാദി പരിചീയത. ഈ 6 ഗുണങ്ങളെ വളർത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രഹ്മാത്മനാ സ്ഥീയത എന്ന അവസാന ശ്ലോകത്തിൽ അവസാന ഉപദേശമായിട്ട് പറയുന്നുണ്ട്. ആ ബ്രഹ്മസ്വരൂപമായി നിഷ്ഠയോടുകൂടെ ഇരിക്കണമെങ്കിൽ, നമുക്ക് ഇളക്കമില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഇളക്കുന്ന കാര്യങ്ങളൊക്കെ പോയിരിക്കണം. നിങ്ങളൊരു എന്താ പറയാ, ഒരു കെട്ടിടം കെട്ടുമ്പോ ആദ്യം എന്താ ചെയ്യാ? അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. അപ്പൊ അതിന് മണ്ണ് ഇളകുന്നതാണെങ്കിൽ ആ ഇളകുന്ന മണ്ണ് മുഴുവൻ മാറ്റണം, അല്ലേ? കല്ലും കട്ടയും മണ്ണും ഒക്കെ ഇളകുന്നതാണെങ്കിൽ ഒക്കെ മാറ്റിയിട്ട് അതിനെ സ്ട്രോങ് ആക്കണം. ചളുപിടുന്നുള്ള മണ്ണാണെങ്കിൽ അവിടെ പൈലിംഗ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉള്ളില് അടിച്ചിറക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് പിന്നെന്ത് ചെയ്യുക? പില്ലറുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പൊ എന്ത് വേണം? ശുദ്ധമായിട്ടുള്ള ഇളകാത്ത സ്ഥലത്തെ എന്തെങ്കിലും ചെയ്താൽ അത് ഉറച്ചിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന ദോഷങ്ങള് അകറ്റാനാണ് എന്ത് പരിശീലിക്കുന്നത്? ശാന്ത്യാദി, ശമം, ദമം, ഉപരമം, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, ഈ 6 ക്വാളിറ്റീസ്. സമാധി, ഷഡ്ക, സമ്പത്തി എന്ന് പറയുന്ന ഈ ഗുണങ്ങളെ അത് സമ്പത്തായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഇതാണ് സമ്പത്ത്, നമുക്ക് ആർജിക്കാനുള്ള സമ്പത്ത്. ഈ സമ്പത്തുകൾ ആർജിക്കുക, ദേവീ സമ്പത്ത് എന്ന് പറയുന്നതാണ് ഇതെല്ലാം. അപ്പോ ശാന്ത്യാദി പരിചീയതാം. പരിചയിക്കുക എന്ന് പറഞ്ഞാലോ അഭ്യസിക്കുക. അഭ്യാസം കൊണ്ട് വളരുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വളരില്ല. പരിചയം കൊണ്ടേ വളരുള്ളൂ. ഏത് കാര്യവും ശീലമാണ് നമ്മുടേത്. ദൃഢതരം കർമാശു സന്ധ്യജത. കർമ്മ ദൃഢതരം ആശു സന്ധ്യജത. കർമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അർത്ഥമുണ്ട്. മുമ്പ് കാമ്യേ മതിർത്യജതാമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എപ്പോൾ? ഗൃഹത്തിലിരിക്കുമ്പോൾ കാമ്യകർമ്മങ്ങളിൽ മനസ്സിനെ ത്യജിക്കൂ. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാലോ, വാനപ്രസ്ഥം ആരംഭിച്ചാലോ, സന്യാസത്തിലേക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും സർവകർമ്മ പരിത്യാഗം. അജണ്ടകളോടുകൂടിയ ഒരു കർമ്മവും ഇല്ലാതിരിക്കുക, ഒരു പ്രോജക്റ്റും ഇല്ല, തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു ആരബ്ധ കർമ്മവും ഇല്ല. അനാരംഭി എന്ന് ഭഗവാൻ ഗീതയിൽ ആവർത്തിച്ച് പറയും. ഒരു ജ്ഞാനിയുടെ ലക്ഷണമാണ് അനാരംഭി. അനാരംഭി എന്ന് പറഞ്ഞാല് പുതിയതൊന്നും ആരംഭിക്കാത്താണ്, പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാത്താണ്. കാരണം അപ്പോഴേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഴയതിൽ ഉറച്ചിരിക്കാൻ പറ്റും. ഏതാ പഴയത്? ഏറ്റവും പഴയത് ഏതാണ്? പുരാതനമായിട്ടുള്ളത് ആത്മാ. ആ ആത്മാവിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് കർമ്മങ്ങളെല്ലാം. അപ്പൊ കർമ്മങ്ങൾ അജിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞ് എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കലാണ് സന്യാസം. ദൃഢതരം കർമാശു സത്യജത എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കൂ. അവിടെ വൈദിക കർമ്മങ്ങൾ പോലും ത്യജിക്കണം, നിത്യകർമ്മങ്ങൾ ത്യജിക്കണം. സന്യാസം എന്നുള്ളതില് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല കർമ്മങ്ങളോട്. അതുകൊണ്ടാണ് നിർവേദം എന്ന് പ്രയോഗം. ഉപനിഷത്തിൽ പറയും, ഒരു ഗൃഹസ്ഥനോടുള്ള ഉപദേശമാണ്, പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഈ ഉപദേശത്തിനുണ്ട് ഭഗവാൻ പറഞ്ഞത്, ആചാര്യ ഭഗവത്പാദർ പറഞ്ഞത്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ. ബ്രാഹ്മണൻ എന്നാൽ വിവേകമുള്ളവൻ, ബ്രഹ്മജ്ഞാനത്തിനായി പരിശ്രമം ചെയ്യുന്നവൻ. അവൻ എന്ത് ചെയ്യണം? ലോകാൻ പരീക്ഷ, കർമ്മചിതാൻ ലോകാൻ പരീക്ഷ. താൻ കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുത്ത അനുഭവങ്ങളെയെല്ലാം ഒന്ന് വിചാരം ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് കണക്കെടുക്കുക, ലാഭനഷ്ടങ്ങൾ നോക്കുക. നഷ്ടക്കച്ചവടമാണെന്ന് തെളിയും, ഉറപ്പാണ്. ആരുടെ ഏത് കർമ്മവും നഷ്ടക്കച്ചവടമായിരിക്കും, ഈശ്വരാർപ്പണ കർമ്മങ്ങൾ ഒഴിച്ച്. ഈശ്വരാർപ്പണ കർമ്മങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കുള്ള ഡെപ്പോസിറ്റ്. അതല്ലാതെ സ്വാർത്ഥമായി ചെയ്യുന്നതെല്ലാം, നമ്മുടെ സെൽഫ് അജണ്ട വെച്ച് ചെയ്യുന്നതെല്ലാം നഷ്ടക്കച്ചവടമായിരിക്കും.
അത് ദുഃഖത്തിനുള്ളതായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നിർവേദം ആയാത്, നിർവേദത്തെ പ്രാപിക്കേണ്ടതാണ്. നിർവേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈരാഗ്യം എന്നുള്ളതിന്റെ പര്യായമാണ് നിർവേദം. എന്താ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം? നിർഗതം വേദം യസ്മാത്. വേദം പോലും പോയ അവസ്ഥയാണ്. എന്താർത്ഥം? വൈദിക കർമ്മങ്ങളെ പോലും ഉപേക്ഷിക്കണം. അതിനാണ് നമ്മൾ സന്യാസത്തിന് മുമ്പ് ചെയ്യുന്ന ഒരു ഹോമമുണ്ട്. ഏതാ ഹോമം? വിരജാഹോമം എന്ന് പറഞ്ഞൊരു അവസാനത്തെ ഹോമം. ആ ഹോമത്തോടുകൂടി ഇനിയൊരു ഹോമവും എനിക്ക് ചെയ്യാനില്ല. എന്റെ എല്ലാ രജസ്സുകളെയും ഞാൻ ഇതാ ഹോമിച്ചിരിക്കുന്നു. കാരണം രജസ്സാണ് നമ്മളെ കർമ്മം ചെയ്യിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള രജോ ഗുണം എന്ന അഴുക്കാണ് നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ആ രജസ്സിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന കർമ്മമാണ് ഈ വിരജാഹോമം. ഇനി എനിക്കൊരു കർമ്മവുമില്ല, ഈ ലോകത്തോടൊരു കടപ്പാടുമില്ല, ഞാൻ ഈ ലോകത്തെ സന്യസിക്കുന്നു. ഈ ലോകം മാത്രമല്ല, ഭൂസന്യസ്തമയ, ഭുവസന്യസ്തമയ, സ്വസന്യസ്തമയ. സന്യസിക്കുമ്പോ ചൊല്ലിത്തരുന്ന മന്ത്രങ്ങളാണ് ഈ 3 ലോകം. ഭൂർഭുവസ്വഹ, 3 ലോകങ്ങളിലുള്ള ഭ്രമത്തെ ഞാനിതാ ഉപേക്ഷിക്കുന്നു. എനിക്ക് ലോകേഷണ ഇല്ല, എനിക്ക് പുത്രേഷണ ഇല്ല, എനിക്ക് വിത്തേഷണ ഇല്ല. എല്ലാ ഏഷണാത്രയങ്ങളെയും ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഏഷണ എന്ന് പറഞ്ഞാൽ ആസക്തി. അത് പുത്രന്മാരോട് എന്ന് പറഞ്ഞാൽ കുടുംബത്തോടുള്ള ആസക്തി. നമ്മുടെ അടുത്ത തലമുറകൾ നമ്മളെ നിലനിർത്തുന്നവരാണ്, നമ്മുടെ എക്സ്റ്റൻഷനാണ് നമ്മുടെ സന്തതികൾ. ആ സന്തതികളോടുള്ള ആസക്തി എന്നുള്ളത് എന്നോട് തന്നെയുള്ള എന്റെ ഒരു ഭ്രമം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. എന്റെ ദേഹത്തോടുള്ള ഭ്രമത്തെ ഞാൻ എന്റെ പുത്രദേഹത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. തനയൻ, സന്താനം എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥം തന് വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ്. തനി വിസ്താരം എന്ന് പറഞ്ഞാല് ഞാൻ എന്നെ വിസ്തരിച്ചിരിക്കുന്നതാണ് എന്റെ മകൻ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഈ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോ എന്റെ അവശിഷ്ടമുള്ള വേണം, എന്റെ സ്മാരകം വേണം. വേറെ ആരും എനിക്ക് പ്രതിമയൊന്നും പണിത സ്മാരകങ്ങളൊന്നും പണിയില്ല. ഞാൻ തന്നെ ഒരു പ്രതിമ പണിതിട്ട് പോട്ടെ. ആരാ? എന്റെ മക്കൾ. ഇത് നമ്മുടെ ഭ്രമത്തിൽ നിന്നാണിതല്ല ഈ ആസക്തിയൊക്കെ. അതാണ് പുത്രേഷണ. വിത്തേഷണ എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിക്കാനുള്ള ആസക്തി. ലോകേഷണ എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ പ്രാപിക്കാനുള്ള ആസക്തി. യശസ്സിന് വേണ്ടിയിട്ടുള്ള ആസക്തി. ഇതൊക്കെ ലോകേഷണയാണ്. അപ്പൊ ഈ ഏഷണാത്രയങ്ങളെ സന്യസിച്ച് 3 ലോകങ്ങളെയും ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഭൂസന്യസ്തമയ, ഭുവസന്യസ്തമയ, സ്വസന്യസ്തമയ എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച്, വസ്ത്രം ഉപേക്ഷിച്ച്, പൂണൂൽ ഉപേക്ഷിച്ച്, അരഞ്ഞാണം ഉപേക്ഷിച്ച്, ശിഖ ഉപേക്ഷിച്ച്, കയ്യിലുണ്ടായിരുന്ന ദണ്ഡ് ഉപേക്ഷിച്ച്, നഗ്നനായിട്ട് ഗംഗയിൽ പൊങ്ങി വടക്കോട്ടേക്ക് പോകുന്നു. അതാണ് സന്യാസം. അപ്പൊ അവിടെ ചെയ്യുന്ന കർമ്മം എന്താണ്? വിരജാഹോമം. എല്ലാ കർമ്മങ്ങളുടെയും അവസാനത്തെ ഹോമമാണ്. ഇനി ഒരു ഹോമം എനിക്കില്ല. അതുകൊണ്ട് ഒരു സന്യാസി ഒരു ഗണപതി ഹോമം ചെയ്യാനോ, ഒരു സുദർശന ഹോമം ചെയ്യാനോ, ഒരു തിലഹോമം ചെയ്യാനോ, ഒരു ചണ്ഡികാഹോമം ചെയ്യാനോ ഒന്നും പാടില്ല. വാസ്തവത്തിൽ ആചാര അനുഷ്ഠാന പ്രകാരം, അതിന്റെ നിയമപ്രകാരം അവൻ നിരഗ്നിയാണ്. നിരഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയെ ഉപേക്ഷിച്ചവൻ. അവനവന് പാചകം ചെയ്യാനൊക്കെ അത്യാവശ്യം, വേറെ ആരും ചെയ്യാനില്ലാത്തതുകൊണ്ട്. ആരെങ്കിലും ഭിക്ഷ തരാനുണ്ടെങ്കിലോ, ആരെങ്കിലും ഭിക്ഷ തരാനുണ്ടെങ്കിൽ സ്വയം പാചകം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. വിളക്ക് കൊടുത്ത ഭഗവാന്റെ മുമ്പിൽ അത് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഉള്ളിലെ വിളക്ക് കത്തുമ്പോ ഈ വിളക്കിന്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഒരു സന്യാസി എന്താ പറയാ? ഒരു പര്യായമായിട്ട് നിരഗ്നി. അതിന്റെ അർത്ഥം അഗ്നികർമ്മങ്ങൾ, യജ്ഞകർമ്മങ്ങളൊന്നും ഹോമകർമ്മങ്ങളൊന്നും അവന് ഇല്ല, ബാധകമില്ല. എല്ലാം സമർപ്പിച്ചു. അതാണ് ദൃഢതരം കർമാശു സന്ധ്യജ്യത. ആശു ഉടനെ തന്നെ കർമ്മങ്ങളെ ദൃഢതരം സന്ധ്യജ്യത, ദൃഢതരമായി ഉപേക്ഷിക്കണം. ഇനി ഒരിക്കൽ അതിനെ സ്വീകരിക്കാൻ വേണ്ടി, അങ്ങനെ സ്വീകരിച്ചവരെ കുറിച്ച് ഭാഗവതത്തിൽ നാരദൻ പറയും വാന്താശി എന്ന്. എന്താർത്ഥം? വാന്തി എടുത്തത്, വമിറ്റ് ചെയ്തത്, വമിച്ചത്, അതിനെ അർശിക്കുന്നവൻ, ഛർദിച്ചത് തിന്നുന്നവൻ. നല്ല കാര്യമാണോ? പട്ടി പോലും തിന്നില്ല അല്ലേ? പട്ടി ഛർദിച്ചതിനെ പട്ടി തന്നെ തിന്നുവോ? അറിയില്ല. അതുപോലെ ഉപേക്ഷിച്ചതിനെ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മുടെ ദൃഢതരം കർമാശു സന്ധ്യജ്യത.
സദ്വിദ്വാൻ ഉപസപ്യതാം. അപ്പൊ എല്ലാ കർമ്മവും ഉപേക്ഷിച്ച് മിണ്ടാതിരുന്നാൽ മതിയോ? മിണ്ടാതിരുന്നാൽ വേണ്ടാത്തൊക്കെ തോന്നും. പ്രതികരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അപ്പൊ അതിനെന്ത് വേണം? സദ്വിദ്വാൻ ഉപസപ്യതാം. സദ്വിദ്വാൻ, സത്യനെ കുറിച്ചിട്ടുള്ള ഉത്തമനായ ഒരു ഗുരുവിനെ, വിദ്വാനെ, ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരുമേവാഭിഗച്ഛേതെന്ന് ഉപനിഷത്ത് പറഞ്ഞു. ഭഗവാൻ ഗീതയിൽ പറയും, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ആ തത്വദർശികൾ, ജ്ഞാനികൾ നിനക്ക് ആ ജ്ഞാനം ഉപദേശിക്കും. അതറിയാൻ തദ്വിദ്ധി, അതറിയണം. എവിടെ പോയിട്ട്? എങ്ങനെ? ആ ഗുരുവിന്റെ അടുത്ത് പോയി പ്രണിപാതേന ചെന്ന് വീഴണം, ശരണാഗതി പ്രാപിക്കണം. പ്രണിപാതം, പ്രണിപക്തി, പ്രപക്തി എന്നൊക്കെ പറഞ്ഞ കാലിൽ ചെന്ന് വീഴണം. പ്രണിപാതേന പരിപ്രശ്നേന, നല്ലതുപോലെ ചോദ്യം ചെയ്യണം. സംശയം ദൂരീകരിക്കാൻ വേണ്ടി, ഗുരുവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഗുരുവിന് എത്ര അറിവുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, അവനവന്റെ ഉള്ളിലുള്ള സംശയങ്ങളെ തീർക്കാൻ വേണ്ടി ചോദ്യം ചെയ്യണം. പരിപ്രശ്നേന സേവയാ. സേവ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനെ ശുശ്രൂഷ ചെയ്യുക. ശുശ്രൂഷ എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ശ്രോതും ഇച്ഛ, ശ്രവിക്കാനുള്ള ആഗ്രഹം. അപ്പൊ ശ്രവിക്കാനുള്ള ആഗ്രഹത്തിന്റെ പ്രകടന ഭാവമാണ് എന്ത്? ആ ഗുരുവിനെ സേവിക്കുന്നത്. എന്തുകൊണ്ട്? ഗുരുവിന് വേറെ പണിയുണ്ട്. അങ്ങേര് ആ പണിയിൽ മുഴുകിയിരിക്കുമ്പോ നമുക്ക് ഉപദേശിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹം വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോ കൊയ്ത്തിന് പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോ പശുവിനെ കഴുകുകയാണ്. അപ്പൊ ഗുരുവിന് തന്റെ വീട്ടിലെ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശിഷ്യന്മാർക്ക് അവിടെ ഗുരുകുലത്തിൽ പോയാൽ ഗുരുവിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ? ഗുരു ബിസിയാണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യണം? ഗുരുവിനെ തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് വിമുക്തനാക്കണം. ഗുരുവിന്റെ പശുവിനെ കഴുകല്, ഗുരുവിന്റെ പശുവിനെ കറക്കല്, പശുവിനെ മേക്കല്, കൃഷി ചെയ്യല്, വിറക് വെട്ടല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പങ്കിട്ടെടുക്കുന്നു. എന്തിന്റെ പ്രകടനമാണ്? ശുശ്രൂഷയുടെ. എനിക്ക് ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യണം. അപ്പൊ ഗുരു ഫ്രീ ആവണം. അതിന് ഞാൻ ഗുരുവിനെ സേവിക്കുന്നു, സഹായിക്കുന്നു, അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുന്നു. അദ്ദേഹത്തിന്റെ സമയം ഞങ്ങൾക്ക് വിലപിടിച്ചതാണ്. അപ്പൊ ആ വിദ്യയോടുള്ള വ്യസനം, വ്യസനം എന്ന് പറഞ്ഞാല് ആ ഒരു വീക്ക്നെസ് എന്ന് പറയാം. എനിക്ക് വിദ്യ കിട്ടിയാലേ തൃപ്തിയാവുള്ളൂ എന്ന്. നമുക്ക് ഉച്ചയ്ക്ക് വിശപ്പ് വരുമ്പോ വ്യസനമുണ്ട്. എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി. ബുഭുക്ഷ, ദാഹം ഒരു വ്യസനമാണ്. പിപാസ, അതുപോലെ ഒരു വ്യസനമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ള ഒരു വ്യസനമാണ്. അപ്പോ ആ വ്യസനത്തെ പ്രകടിപ്പിക്കുകയാണ് ഗുരു ശുശ്രൂഷയിലൂടെ. ഇതാണ് ഗുരു ശുശ്രൂഷയുടെ തത്വം. അല്ലാതെ ഗുരുവിന്റെ അടിമകളായിട്ട് അവിടെ പണിയെടുപ്പിക്കുകയല്ല. അവർക്ക് ഗുരുവിൽ നിന്ന് അറിവ് കിട്ടണമെങ്കിൽ ഗുരുവിന്റെ സമയം വേണം. അതിനു വേണ്ടിയിട്ട്. അപ്പൊ അതാണ് സദ്വിദ്വാനുപസപ്യതാം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരുവിനെ സമീപിക്കണം. അതാണ് ഉപനിഷത്തിലും പറഞ്ഞത്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. തദ്വിജ്ഞാനാർത്ഥം, ആ സത്യത്തെ അറിയാൻ സഹ, ആ ബ്രാഹ്മണൻ, ആ അറിവുള്ളവൻ, വിവേകിയായിട്ടുള്ളവൻ, ഈ വിദ്യാർത്ഥി ഗുരുമേവ് അഭിഗച്ഛേത്, ഗുരുവിനെ സമീപിക്കണം. എങ്ങനെ? സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. സമിത്തിനെ കൈകൾ പിടിച്ചവനായിട്ട്. എന്താ ഈ സമിത്ത്? ചമത. ചമത എന്തിന്റെ പ്രതീകമാണ്? കർമ്മത്തിന്റെ പ്രതീകമാണ്. ഞാൻ ഇത്രയും കാലം ഇതാ എന്റെ അഗ്നിഹോത്രാദി ഉത്തരവാദിത്വ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് തത്വം അറിയാൻ ആഗ്രഹമുണ്ട്. ഈ കർമ്മം ഞാൻ ഇനിയും തുടരേണ്ടതുണ്ടോ? ഈ ചമതയെ ഞാൻ ഇനിയും കൊണ്ടു നടക്കണോ, ഉപേക്ഷിക്കണോ എന്ന് ഗുരുവിനോട് ചോദിക്കാനാണ് പ്രതീകാത്മകമായി ചമത കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഗുരു പറയും, എന്റെ യോഗ്യത ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചു ദിവസം ഗുരുവിന്റെ കൂടെ താമസിച്ച് കഴിയുമ്പോൾ മനസ്സിലായി, നീ സന്യസിക്കാൻ യോഗ്യനാണ്. ആ ചമതയെ ഉപേക്ഷിച്ചോളൂ. നമുക്ക് ഈ ചമതയെ അവസാനത്തെ ഹോമത്തിൽ ഹോമിക്കാം. ഏത് ഹോമം? വിരജാഹോമം. ആ ഹോമത്തിൽ ഹോമിച്ച്
നീ ഇനി ഒരു കർമ്മവും ചെയ്യണ്ട, നീ ഇനി ചമത കൊണ്ട് നടക്കണ്ട എന്ന് പറയും. അപ്പൊ അവൻ സന്യാസി. അതിനാണ് ഈ സമിത്പാണിയായിട്ട് പോകുന്നത്. അവൻ യോഗ്യനായിട്ടില്ലെങ്കിലോ ഗുരു പറയും, പോ വീട്ടിലേക്ക് പോ, ആ ചമത കൊണ്ട് ഇനിയും അഗ്നിഹോത്രം തുടരട്ടെ. ഇവന്റെ വാസനകളെ ഗുരുവിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവന്റെ സ്വഭാവം, ഇവന്റെ ആഗ്രഹം, ഇവന്റെ ലക്ഷ്യബോധം ഒക്കെ ഗുരുക്കന്മാർക്ക് ഒരു 3 ദിവസം കൂടെ താമസിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലാവും ചിലർക്ക്. അപ്പൊ എന്ത് പറയും, നീ ഇവിടെ നിൽക്കണ്ട, വിട്ടോ, വീട്ടിലേക്ക് തന്നെ വിട്ടോ എന്ന് പറഞ്ഞ് ചമതയെ തിരിച്ചു കൊണ്ടുപോയി ഹോമിക്കാൻ വീട്ടിലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതാണ് സദ്വിദ്വാൻ ഉപസർജ്ജനം. അപ്പൊ സദ്വിദ്വാൻ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളൊക്കെ വേണ്ട പോലെ ശ്രവണം ചെയ്തിരിക്കുന്നവൻ. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞാല് ഈ ഒരു സത്യത്തിൽ, ഈ ഒരു ബ്രഹ്മം എന്നുള്ള പ്രപഞ്ചത്തിന്റെ ആധാരമായ വസ്തുവിൽ തന്റെ മനസ്സ് ഉറപ്പിച്ചിട്ടുള്ളവൻ, ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവൻ. ഇനി അയാള് ബ്രഹ്മജ്ഞാനിയായി കഴിഞ്ഞു, സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞു എന്നുള്ളതൊന്നും ശിഷ്യന്മാർക്ക് അളക്കാനാവില്ല. അതുകൊണ്ട് അതിന്റെ പാട്ടിൽ വിടുക. താൻ പഠിപ്പിക്കുന്ന ആശയങ്ങളെ തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ, സദാചാരമുണ്ടോ, സത്യസന്ധതയുണ്ടോ, അല്ല തങ്ങളോട് ഉപദേശം പിന്നെ മറ്റൊരു പ്രവൃത്തി, അങ്ങനെ വിരുദ്ധ സ്വഭാവമുള്ള ആളാണോ എന്ന് നമുക്ക് ബാഹ്യമായിട്ട് കുറെയൊക്കെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള യോഗ്യരായിട്ടുള്ള ഗുരുക്കന്മാരെ വേണം സമീപിക്കാനായിക്കൊണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സദ്വിദ്വാനുപസപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം. പ്രതിദിനം, ദിനം പ്രതി എന്നും തത്പാദുകാ സേവ്യതാം, അദ്ദേഹത്തിന്റെ പാദുകകളെ സേവിച്ചാലും. പാദുക എന്ന് പറഞ്ഞാൽ എന്താ? മെതിയടി അല്ലെ, പാദത്തിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, അതിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു എവിടെ എന്ത് ചെയ്യുമ്പോഴും പാദത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈ പാദുകയെ കഴുകി വൃത്തിയാക്കി അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഗുരുവിന്റെ പാദത്തെ സേവിക്കുക എന്ന് തന്നെയാണ്. പാദുക പാദം എന്ന് തന്നെയാണ്. എന്താ പാദത്തെ സേവിക്കാൻ പറഞ്ഞത്, തലയെ സേവിക്കാൻ പറയാത്തത്? തല ഉയർന്നു നിൽക്കുകയാണ്, തനിക്ക് കയ്യെത്തില്ല. ഗുരുവിന്റെ തല എത്ര ഉയരമുണ്ടെന്ന് തനിക്ക് സങ്കല്പിക്കാൻ ആവില്ല. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ഏറ്റവും അവൈലബിൾ ആയിരിക്കുന്ന എന്താണ്? താഴെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളാണ്. ആ പാദങ്ങളെ നമസ്കരിച്ച് പാദസേവ ചെയ്യാമെന്ന, പാദത്തിന്റെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വിനയമുള്ളവനായിരിക്കുക. അതാണ് ഉപനിഷത്ത്. ഉപ സമീപേ, നിഷത്ത് എന്ന് പറഞ്ഞാൽ ഷതിള് ധാതു ഇരിക്കുക എന്നുള്ളതിന്റെ രൂപമാണ്. സീതതി, നിഷീദതി എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്, താഴെ ഇരിക്കുക. നീ എന്നുള്ളത് താഴെ എന്നുള്ള അർത്ഥത്തിലാണ്, സതിള് ഇരിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? താഴെ ഇരുന്ന് കേൾക്കേണ്ട വിഷയമാണ്. വെള്ളം മുകളിൽ താഴേക്കല്ലേ ഒഴുകുക, അതുപോലെയാണ് ജ്ഞാനവും ഒരു ഗംഗയാണ്. അത് മുകളിൽ നിന്ന് താഴോട്ടാണ് ഒഴുകുക. ആരാണോ താഴെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള താഴെ ഇരിപ്പല്ല അവിടെ, മാനസികമായിട്ട് പൊങ്ങച്ചമില്ലാതെ, അഹങ്കാരമില്ലാതെ, പ്രൈഡില്ലാതെ, ഞാൻ എല്ലാം അറിഞ്ഞവനാണ് എന്നുള്ള ഭാവം ഇല്ലാതെ, എനിക്കൊന്നും അറിയില്ല, ഗുരുവിനെല്ലാം അറിയാം, അദ്ദേഹം ഒരു മഹാപർവ്വതമാണ്, മഹാമേരുവാണ്, ഹിമവാനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പില് ഒരു മണ്ഡലിയാണ് എന്ന ഭാവം ഉണ്ടാവണം. അതാണ് നമ്മുടെ പാതുക സേവ്യതാമന്റെ ഗുരുവിന്റെ പാദത്തിലിരിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാരുടെയൊക്കെ എന്ത് ചെയ്യണം? പാദപൂജയാണ് ചെയ്യുക, ശിരോപൂജയോ മൂർത്തി പൂജയോ അല്ല ചെയ്യേണ്ടത്. ഗുരുക്കന്മാരുടെ തലയിലാണോ പൂടുക? ഗുരുക്കന്മാരുടെ തലയിൽ കൂടെയാണോ വെള്ളം ഒഴിക്കുക? നമ്മൾ ക്ഷേത്രത്തിൽ മൂർത്തിക്ക് അഭിഷേകം ചെയ്യും, അതുപോലെ ഗുരുവിന്റെ തലയിൽ പോയി വെള്ളം ഒഴിക്കുകയാണെങ്കിലും ഗുരുവിന്റെ പാദത്തിൽ വേണം വെള്ളം ഒഴിക്കുക. അവിടേക്കേ തനിക്ക് എത്തുള്ളൂ, തനിക്ക് അതിനുള്ള ശക്തിയേ ഉള്ളൂ, യോഗ്യതയേ ഉള്ളൂ. ഗുരുവിന്റെ പാദം എത്താൻ പോലും തനിക്ക് ഉയരമില്ല. എവിടെ കൊണ്ട്? അറിവ് കൊണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയുക, ഔദ്ധത്യം ഇല്ലാതിരിക്കണം, ഗർവം ഇല്ലാതിരിക്കണം. അതിന്റെ ഭാവമാണ് പാതുകാ സേവ്യതാം എന്ന് പറയുന്നത്. ഇപ്പൊ
ഊന്നി പറയാൻ കാരണം ഇന്നലെ തമാശ ഉണ്ടായി. നമ്മുടെ തൃശ്ശൂര് ഹിന്ദു സമ്മേളനം ഉണ്ടായല്ലോ പൂരത്തോടനുബന്ധിച്ച്. അപ്പോ യതിപൂജ എന്ന് പറഞ്ഞൊരു പരിപാടി സ്റ്റേജില് 50-ഓളം സന്യാസിമാരെ നിരത്തിയിരുത്തിയിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ്. ക്ഷണിക്കപ്പെടുക മാത്രമല്ല, ഞങ്ങളെയൊക്കെ ഒരു ദിവസം 3 നേരം വെച്ചാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതായത് പ്രധാന സംഘാടകരായിട്ടുള്ള ആളുകള് 3 പ്രാവശ്യം 3 ആൾ വിളിക്കും ഓരോ ദിവസവും. അങ്ങനെ നിർബന്ധിച്ച് വിളിച്ച് പോയതാണ്. അല്ലാതെ നമുക്ക് ആർക്കും ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല, അതിനൊന്നും സമയം ഉണ്ടായിട്ടല്ല. ഞാനൊന്നും എവിടെയും യതിപൂജയ്ക്ക് അങ്ങനെ പോവാറില്ല. എല്ലാ സ്വാമിമാരും എന്നോട് പറയണത് എന്താ സ്വാമി അവിടെ കണ്ടില്ല, സ്വാമി അവിടെ കണ്ടില്ല, യതിപൂജയ്ക്ക് കണ്ടില്ല. നമുക്കിത് നടക്കലല്ല പണി. എത്രയോ ദൂരം കഷ്ടപ്പെട്ട് പോയിട്ട് ഈ യതിപൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയൊന്നും പോകാനുള്ള സമയം നമുക്കില്ല. അതൊക്കെ അവിടെയുള്ള ലോക്കൽ ആൾക്കാരെ പൂജിച്ചാൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ പണിയില്ലാത്തവരൊക്കെ പൊക്കോട്ടെ, നമുക്ക് വേറെ പണിയില്ല. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളാണ് വലുത്. അപ്പൊ ഇന്നലെ ഈ നിർബന്ധത്തിന് പോയതാണ്. അപ്പോ 50-ഓളം പേരുണ്ട്. അപ്പൊ ഒരു തലക്കിൽ നിന്ന് പൂജ ആരംഭിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ കാല് കഴുകാൻ അടുത്ത് വന്നപ്പോ പ്ലേറ്റിലേക്ക് കാലെടുത്ത് വെച്ച് കാലിൽ വെള്ളം തെളിച്ച് അത് കഴിഞ്ഞ് ഭസ്മോടാകുവാണ് രണ്ടാമത്. അപ്പൊ നമ്മൾ തുറന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അടുത്ത് വാതിൽ നോക്കിയപ്പോൾ നമ്മൾ വിവിധാംഗ സ്വാമിയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കുറെ ചളുപിടുന്നുള്ളതായിട്ടുള്ള ഭസ്മം ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് തേച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം മുഴുവൻ ഒഴുകുന്നത് അതിനു മുമ്പുള്ള സ്വാമിമാരുടെയും നെറ്റിയിലാണ് തേച്ചു കൊടുക്കുന്നത്. ഞാൻ അപ്പോൾ കണ്ട് എനിക്ക് സങ്കടമായി. ഞാൻ ഉള്ളതിന് ആ തേച്ചവനോട് പറഞ്ഞു, സ്വാമിയുടെ കാലിലാണ് ഭസ്മം ഇടുന്നത്, മര്യാദയ്ക്ക് കാലിൽ ഇട്ട് കൊടുക്കുക, തലയിലല്ല ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. സ്വാമിക്കും ഇറിറ്റേറ്റഡായി. കണ്ണിലൊക്കെ ഒഴുകുകയാണ്. കുരികത്തിലൂടെ വന്ന് കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് ഒഴുകുകയാണ്. എന്നിട്ട് സ്വാമിക്ക് ടിഷ്യൂ പേപ്പർ കൊടുത്തൊക്കെ തുറപ്പിച്ചു. ഞാനും തുറച്ചു കൊടുത്തു, സ്വാമിയെ തുറച്ചു. കാലിൽ തേക്കിയത്. അപ്പൊ അവൻ പറയണം അതിന് പുറകിൽ വേറൊരാൾ വരുന്നുണ്ടായിരുന്നു കാലിൽ തേക്കാൻ. കാലിൽ ഭസ്മോടാൻ ഒരാള്, നെറ്റിയിൽ ഭസ്മോടാൻ ഒരാള്. വിട്ടി ആരാവരെ അങ്ങനെ പറഞ്ഞു വെച്ച് അവരതിലും വലിയ ആൾക്കാർ. കാരണം തൃശ്ശൂർ ഇതുവരെയൊക്കെ ഒരു യതിപൂജ നടന്നിട്ടില്ല. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു, നെറ്റിയിലിടട്ടെ? കാലിലിടാൻ പറ്റുമെങ്കിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. യതിപൂജ എന്ന് പറഞ്ഞതാണ് ചടങ്ങ്. ഞാനായിട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നാളെ യതിപൂജ എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ഭസ്മോടലായിട്ട് ആചാരമായിട്ട് അത് മാറും. നമ്മളത് അനുവദിച്ചു കൊടുത്താൽ. അപ്പൊ ഇതുവരെ ഈ അനുഭവിച്ചവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഈ നെറ്റിയിൽ എല്ലാവരുടെയും ആ മുഖത്ത് വാരി പൂച്ച. അവരൊക്കെ പൂച്ചയ്ക്ക് മണികെട്ടാൻ പേടിച്ചുണ്ടാതിരുന്നവരാണ്. ഈ സന്യാസി എങ്ങനെയാ എതിർത്ത് പറയുക, മോശം ചെയ്യും, നമ്മളെ മോശമായിട്ട് വിചാരിക്കില്ലേ എന്നൊക്കെ അവർ വിചാരിച്ചു കാണും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് കാലിലിടാൻ പറ്റുമോ ഇട്ടിട്ട് പൊക്കോ. അപ്പൊ അവൻ കുനിയേണ്ടി വന്നു. അതുവരെ അവൻ ഞെളിഞ്ഞു നടക്കുകയായിരുന്നു. ഗുരുക്കന്മാരുടെ നെറ്റിയിൽ മാത്രം പൂശാനായിട്ട് ഞെളിഞ്ഞു നടക്കുന്നവൻ തല കുനിച്ച് കാൽക്കൽ. എന്റെ അടുത്ത അധ്യാത്മാനന്ദ സ്വാമിയായിരുന്നു. അദ്ദേഹത്തോടും ചോദിച്ചു എവിടെയാണല്ലോ, കാലിലിട്ടാ മതി എന്ന് അദ്ദേഹം അപ്പൊ ചിരിച്ചോണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീടുള്ള എല്ലാവർക്കും കാലിലേ ഇട്ടുള്ളൂ. ആരുടെയും നെറ്റിയിലിട്ടില്ല, തലയിലിട്ടില്ല. നെറ്റിയിലിട്ടവരൊക്കെ പാവങ്ങൾ കഷ്ടപ്പെട്ടു തുടച്ചു എല്ലാം. അപ്പൊ ഇങ്ങനെയാണ് യതി പൂജ എന്നുള്ളത് യതി പീഡയായിട്ടാണ് ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് പറയുകയും ചെയ്തു. അടുത്തുള്ള സ്വാമികളോടൊക്കെ പറഞ്ഞു, ഇപ്പൊ നമ്മളെ വിളിച്ചിരുത്തി അവിടെ ഒരു ഫാൻ ഇല്ലാതെ മണിക്കൂർ കണക്ക് ഞങ്ങൾ ചുട്ടുപഴുത്തിരിക്കുക. അപ്പൊ ബന്ധിക്കുന്നതിനേക്കാൾ നിന്ദിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ പലപ്പോഴും. അപ്പൊ എന്താണ് പൂജയുടെ തത്വം എന്നത് ആദ്യം മനസ്സിലാക്കണം. ഇത് പൂജിക്കാൻ വിളിച്ചാൽ ഉപദ്രവിക്കുകയല്ല വേണ്ടത്, ആണോ? പൂജിക്കുക എന്ന് പറഞ്ഞാൽ സൽക്കരിക്കുക എന്നാണ് അർത്ഥം. സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുക എന്നുള്ളതാണ് സൽക്കാരം അഥവാ പൂജ എന്നുള്ളതിന്റെ തത്വം. ഇതൊരു ചടങ്ങ് മാത്രമായി അധപ്പതിച്ച് നമ്മളെ പീഡിപ്പിക്കുന്ന പരിപാടി അത് യതി പൂജയല്ല, യതി പീഡ എന്ന് ഞാൻ അടുത്തുള്ള സ്വാമികളോട് ചിരിയോ ചിരി. എനിക്ക് ചിരിച്ചിട്ട് ഇരിക്കാൻ വയ്യ. പറഞ്ഞു വന്നെന്താണ്, വിഡ്ഢികള് ഗുരുക്കന്മാരുടെ ഭാഗപൂജയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പലപ്പോഴും നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് സ്വീകരണം ഉണ്ടാവും. അപ്പൊ സ്ത്രീകൾ താലപ്പൊലിയായിട്ട് നിൽപ്പുണ്ടാവും എഴുതുന്നത്. അവര് തലയിലേക്കാണ് പൂടുക. തലയിൽ പൂടുന്നത് ആശീർവാദം ചെയ്യുന്നവരാണ്. പൂവ്, അക്ഷതം ഇതൊക്കെ മുതിർന്നവർ താഴെയുള്ളവരുടെ തലയിലാണ് ഇടുന്നത്.
ഗുരുക്കന്മാര് ശിഷ്യന്മാരുടെ തലയിലാണ് ഇടേണ്ടത്. ഇതൊന്നും സാമാന്യമല്ല, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മള് അവരുടെ തലയിലിടണമെങ്കിൽ അവരെക്കാൾ ഉയരമുള്ളവരായിരിക്കണം. ഇവിടെ ഉയരം എന്നുള്ളത് എത്ര അടി ഹൈറ്റ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ 6 അടി ഉയരം ഉണ്ടാവും, ഗുരു 5 അടി ഉണ്ടാവുള്ളൂ. അതല്ല ഉദ്ദേശിക്കുന്നത്. തലയിലിടണമെങ്കിൽ നിങ്ങൾ അയാളേക്കാൾ അറിവ് കൊണ്ട് ഉയർന്നിരിക്കണം. അറിവ് കൊണ്ട് ഉയർന്ന ഒരാൾക്ക് മറ്റൊരാളുടെ താഴ്ന്ന ആളുടെ തലയിലെ ഈ പറഞ്ഞ അക്ഷതമോ പുഷ്പമോ ഇട്ട് ആശീർവാദം ചെയ്യുന്ന ചടങ്ങാണ്. ഈശ്വരന് പോലും നമ്മുടെ തലയിലല്ല കൂടുന്നത്. അത് ചില ചടങ്ങുകളിൽ പൂമുടൽ എന്ന് പറഞ്ഞ പ്രത്യേക ചടങ്ങുകളിൽ ഇടുമ്പോൾ പൂജിക്കുമ്പോൾ എവിടെയാണ്? പാദത്തിലാണ്. ഈശ്വരന് പോലും, ഈശ്വരന്റെ മൂർത്തികളിൽ പോലും പാദത്തിലാണ് പൂക്കൾ സമർപ്പിക്കേണ്ടത്. തലയിലിടുന്നത് പ്രത്യേക ചടങ്ങുകളിൽ മാത്രമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ. അല്ലേ? അഭിഷേകം അത് അഭിഷേകമായിട്ട് ചെയ്യുമ്പോഴാണ്. പുഷ്പാഭിഷേകം അതൊരു സേചനമാണ്. ജലം കൊണ്ട് ചെയ്യുന്നത് പോലെ, ഏകാദശി രുദ്രാഭിഷേകം ചെയ്യുന്നത് പോലെ പുഷ്പം കൊണ്ടുള്ള അഭിഷേകം അത് പ്രത്യേക ചടങ്ങാണ്, മൂർത്തിക്കുള്ള ചടങ്ങ്. അതുപോലെ ഇപ്പോ ഇവരുടെയൊക്കെ ശതാഭിഷേകം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ വ്യക്തികൾക്കും തലയിലൂടെ അഭിഷേകം ചെയ്യും, തലയിലൂടെ പുഷ്പവൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യും. അതൊക്കെ ആരാ ചെയ്യുക? അതിന് യോഗ്യരായിട്ടുള്ള പുരോഹിതന്മാരാണ് ചെയ്യുക. അല്ലാതെ വഴി കൂടെ പോകുന്ന പേരക്കുട്ടി വന്നിട്ട് മുത്തച്ഛന്റെ തലയിൽ പൂ വെച്ച് അഭിഷേകം ചെയ്യാൻ പാടില്ല. കാരണം പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. തലയിലെല്ലാം പൂജിക്കുക. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഗുരുവാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരുടെ തലയിലെല്ലാം പൂജിക്കുക. പാദത്തിലാണ് പൂജിക്കുക. അത് നമ്മുടെ വിനയത്തെയാണ് സൂചിപ്പിക്കുന്നത്. തലയിൽ അർച്ചിക്കുന്നത് നമ്മുടെ ഔദ്ധത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെക്കാൾ ഉയരമുള്ളവനാണ്, കേവനാണ്, എനിക്ക് നിങ്ങളുടെ തലയിലെത്തും, അതുകൊണ്ട് ഞാൻ തലയിലിടുന്നു. അത് അഹങ്കാരമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ. നിങ്ങളുടെ ദേശത്ത് എവിടെയൊക്കെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുകയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതാണ് ഈ തെറ്റ്. അല്ലേ? എന്റെ കൂടെ ഇരുന്ന എന്റെ ഇടത് വശത്ത് 8 സന്യാസിമാരുണ്ടായിരുന്നു, വൃദ്ധരായിട്ടുള്ളവര്. അവരാരും പറഞ്ഞു കൊടുക്കാത്തത് അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അങ്ങ് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പറയുമ്പോൾ അല്ല, അത് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക്, നാട്ടില് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് വരും, എല്ലാവരും കേട്ടില്ല എന്ന് വരും. കേൾക്കുന്നവരോടൊക്കെ പറയാം, ശിഷ്യഭാവമുള്ളവരോടൊക്കെ പറയാം. അത് പറയാൻ ബാധ്യസ്ഥരാണ്. ഇനി അഥവാ നിന്ദിച്ചാലും നമ്മൾ പറയുന്നതിനോട് വിരോധമൊന്നുമില്ല. അത് അവരുടെ കുറ്റക്കേട് സ്വീകരിക്കാത്തത്. പറഞ്ഞു വന്നത് ഇനി ഇതിപ്പോ ഞാനിത് ലൈവായിട്ട് പറയുന്നുണ്ട്, എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അവരൊക്കെ കേൾക്കാനാണ്. ഇനിയിപ്പോ ഇന്നലെ പങ്കെടുത്ത സ്വാമിമാരാരെങ്കിലും കേൾക്കിണ്ടാവും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. നമ്മളെ തിരുത്തണം. സമൂഹത്തില് എവിടെ തെറ്റ് കണ്ടാലും തിരുത്തുമ്പോഴാണ് നമ്മൾ ആചാര്യ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാവുന്നുള്ളൂ. ആചിനോതി ശാസ്ത്രാണി ആചാരേ സ്ഥാപയിഷ്യതി സ്വയം ആചരതേയശ്ച തം ആചാര്യം പ്രചക്ഷതേ. അവരാണ് ആചാര്യൻ എന്ന് പറയാൻ യോഗ്യനായിരിക്കുന്നവൻ. അത് ശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കുക, ആചാരത്തിൽ അതിനെ സ്ഥാപിക്കുക, സ്വയം ആചരിച്ചും കാണിക്കുക. അവനാണ് ആചാര്യൻ. അപ്പൊ നമ്മളൊക്കെ ആചാര്യന്മാരാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ തെറ്റുകൾ കണ്ടാൽ തുറന്നു പറയണം, മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നമ്മൾ എന്ത് വേണമെങ്കിൽ ധരിച്ചോട്ടെ. അതിന് ഞാൻ അപ്രസക്തനാണ്. എന്നെ കുറിച്ച് ധരിക്കുന്നതിലല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ. ഞാൻ കേമനാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് അപ്പൊ ധരിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. എന്ത് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ പറയണത് പറഞ്ഞിരിക്കണം. നഷ്ടപ്പെടാനൊന്നുമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കും. പ്രതിദിനം തൽ പാതുകാസ്യവ്യത ബ്രഹ്മൈകാക്ഷരമധ്യത. ബ്രഹ്മ ഏകാക്ഷരം അധ്യത. അപ്പൊ ആ ഗുരുവിൽ നിന്ന് പാദപൂജ ചെയ്ത് എന്താ ചോദിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ പൂർവ്വ ജീവിതത്തെ കുറിച്ചോ അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തനിക്ക് ധനസമ്പാദനത്തിലുള്ള മാർഗത്തെ കുറിച്ചോ അല്ല ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഏകാക്ഷരം ബ്രഹ്മ അധ്യത. ഏകാക്ഷരം എന്നുള്ള ഏകം ച അക്ഷരം ച. ഏകം എന്ന് പറഞ്ഞാൽ ഏകമായിരിക്കുന്നത്.
അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, ക്ഷരരഹിതമായത് എന്ത്? ബ്രഹ്മ. അപ്പോ ഉപനിഷത്തിൽ നമുക്ക് ഭൃഗു എന്ന് പറയുന്ന വരുണപുത്രൻ അച്ഛനായ വരുണനെ സമീപിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതീഹി ഭഗവോ ബ്രഹ്മേതി, ഹേ ഭഗവൻ ബ്രഹ്മ അതീഹി, എനിക്ക് ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു തരൂ, അധ്യയനം ചെയ്തു തരൂ, ഇതാണ് പറയുന്നത്. അപ്പോഴാണ് യതോ വായുമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത്പ്രയംയഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. ഉത്തരം കൊടുത്തു അച്ഛൻ വരുണൻ. അതുപോലെ മുണ്ടകോപനിഷത്തില് ശൗനകൻ എന്ന ശിഷ്യൻ അങ്കിരസ് എന്ന് പറഞ്ഞ ഗുരുവിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. ശൗനകോ വൈ മഹാശാല, മഹാശാലനായ ശൗനകൻ അങ്കിരസ് എന്ന ഗുരുവിനെ സമീപിച്ച് ചോദിക്കുന്നത് എന്താണ്? ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി ഭവിക്കും, അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്നത്. കസ്മിന്നു വിജ്ഞാതേ ഭഗവൻ സർവമിതം വിജ്ഞാതം ഭവതീതി. കസ്മിന്നു വിജ്ഞാതേ, കസ്മിൻ വിജ്ഞാതേനു, ഏതൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സർവമിതം വിജ്ഞാതം ഭവതി, ഇതെല്ലാം അറിയപ്പെട്ടതായിട്ട് ഭവിക്കുന്നു. ഒരു ആഭരണം അതിന്റെ സത്യം സ്വർണമാണെന്ന് അറിഞ്ഞാൽ കൂട്ടത്തിൽ അതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ അതിന്റെ സത്യം എന്താണ്? സ്വർണമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ സ്വർണമാലയുടെ ഒരരികം കുറച്ചു നോക്കിയാൽ സ്വർണമാണെന്ന് വെളിവായി കഴിഞ്ഞാൽ ബാക്കി മറ്റ ഭാഗങ്ങളൊക്കെ സ്വർണമാണെന്ന് അനുമാനിക്കാം, അല്ലേ? സ്വർണം ഒരു മാല നിങ്ങള് ജ്വല്ലറിയിൽ വിൽക്കാൻ ചെന്നാൽ പഴയ മാല, ആ മാല മുഴുവൻ ഒഴിച്ചു നോക്കുവോ? അവിടെ ഒഴിച്ചു നോക്കും. അപ്പൊ അവർക്ക് വെളിവാകും ഇത് ചെമ്പല്ല, സ്വർണമാണ്. ചെമ്പുണ്ടെങ്കിൽ ചെമ്പ് വെളി വരും, അല്ലേ? ചെമ്പ് പുറത്താവും. അപ്പൊ അവര് സ്വർണ്ണമാണ്, അതിനുള്ള വില തരും. നമ്മള് ചോറ് പാത്രത്തിൽ വേവിക്കുമ്പോ എല്ലാ വറ്റും അമുക്കി നോക്കണോ? ഒരു വറ്റ് വെന്തുവെങ്കിൽ ആ പാത്രത്തിലുള്ള വറ്റൊക്കെ വെന്തു എന്ന് പറഞ്ഞിട്ട് താലി പാകം ന്യായം. താലിയില് പാത്രത്തിൽ പാകം ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് അമുക്കി നോക്കിയാണ്, അല്ലെ? ഇഡ്ഡലി ചുടുമ്പോ അമ്മമാര് അമുക്കി നോക്കൂ. എല്ലാ ഇഡ്ഡലിയിലും തമ്പി പ്രശ്നം വരാൻ പാടുമോ? ആർക്കെങ്കിലും കൊടുത്താൽ അവർക്ക് അറക്കില്ലേ, ഇല്ലേ? അപ്പൊ അത് പാടില്ല. അപ്പൊ നമുക്ക് ഇതിനാണെങ്കിലും അമുക്കാം. അല്ലെങ്കിൽ ഒരു തട്ടില് 6 ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഒന്ന് അമുക്കി നോക്കാം. മുകളിലുള്ളതില് നന്നായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാറ്റി വെക്കാം. ബാക്കിയുള്ള ഇതൊന്നും വിളിച്ച് അമുക്കാൻ പാടില്ല, അല്ലേ? അത് ചിലപ്പോ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അതിനോട് സമീപിക്കുക. അപ്പൊ അതാണ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിച്ചു. അതുപോലെ ഈ ലോകത്തിന്റെ ആ സത്യം, ഏകമായിരിക്കുന്ന വസ്തു, അതിനെ കുറിച്ച് ഏകവും അക്ഷരവുമായ നാശരഹിതവുമായിട്ടുള്ള ആ വസ്തു എന്താണെന്ന് അർത്ഥ്യത. നമ്മൾ ആരാണ്? വിദ്യാർത്ഥികളാണ്, അല്ലേ? ആ വിദ്യാർത്ഥികളായിട്ട് നമ്മൾ ഗുരുവിനോട് അർത്ഥിക്കേണ്ടത്, ചോദിക്കേണ്ടത് ഈ ഏകവും അക്ഷരവുമായ ബ്രഹ്മത്തെ കുറിച്ച്. ഗുരു, എനിക്ക് ആ ഏകവും അക്ഷരവുമായ വസ്തുവിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ഈ തത്വത്തെ കുറിച്ച്, സത്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യണം. എന്നൊക്കെ വിസ്തരിച്ച് പറയാം, എത്ര വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ശ്രുതിശിരോവാക്യം സമാഗമ്യതാം. ശ്രുതിശിരോവാക്യം, ശ്രുതിശിര എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ ശിരസ്. ശ്രുതി വേദമാണ്, അതിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ വേദാന്തം, ഉപനിഷത്താണ്. ശ്രുതിശിരസ് എന്ന് പറഞ്ഞാല് ഉപനിഷത്ത് വാക്യം, ഉപനിഷത് വാക്യം. ശ്രുതിശിരോവാക്യം മീൻസ് ഉപനിഷത് വാക്യം, മഹാവാക്യം എന്നൊക്കെ പറയും. ആ വാക്യം സമാകർണ്യതാം, സമ്യക് ആകർണ്യതാം, നന്നായി കേട്ടാലും കേൾക്കേണ്ടതാണ് എന്നാണ്. അപ്പൊ ഏതാ കേൾക്കേണ്ടത്? ശ്രുതിശിരോ വാക്യം. അല്ലാതെ ശ്രുതിയിലുള്ള കർമ്മകാണ്ഡങ്ങളെ കുറിച്ചല്ല പഠിക്കേണ്ടത് സന്യസിക്കാൻ പോയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെ? യജ്ഞങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്ത് അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്
ഗുരുവിന്റെ അടുത്ത് അവസാനത്തെ ബ്രഹ്മോപദേശത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലെ വിഷയങ്ങളല്ല എനിക്ക് പഠിക്കേണ്ടത്. എനിക്ക് വേണ്ടത് വേദാന്ത വാക്യങ്ങൾ എനിക്ക് ഉപദേശിക്കൂ. ആ വേദാന്ത വാക്യങ്ങളിൽ മഹാവാക്യ ഉപദേശം ചെയ്യൂ. ആ മഹാവാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശവാക്യമാണ് തത്വമസി. തത്വമസി എന്ന മഹാവാക്യം കേൾക്കണം. അതിന്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. എന്നിട്ട് ആ കേട്ട മഹാവാക്യാർത്ഥത്തെ വിചാരം ചെയ്യണം. വാക്യാർത്ഥ വിചാരിക. സമയം വൈകി, നമുക്ക് നിർത്താം. ഇപ്പോൾ നിൽക്കട്ടെ അല്ലേ? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ